ഹലോ എവരിബഡി, ഗുഡ് ഈവനിങ് ഓൾ. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഇന്ന് നമ്മൾ ഇവിടെ ആയിരിക്കുന്നത് വിംബിൾ അക്കാഡമിയുടെ ട്രെയിനേഴ്സ് ടോക്ക് എന്ന പരിപാടിയോട് സംബന്ധിച്ചാണ്. സാധാരണഗതിയിൽ ഇത് ക്ലാസ് എടുക്കുന്നത് പ്രൊഫഷണൽ ട്രെയിനേഴ്സ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത വ്യക്തികളാണ്. എന്നെ ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ജോസഫ്. ഞാൻ പാലയടുത്താണ് എൻ്റെ സ്വദേശം. ഞാൻ ITIയിൽ അധ്യാപകനായിട്ട് കുറച്ച് നാൾ വർക്ക് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇപ്പോൾ ചെറിയ ബിസിനസ് നടത്തി വരുന്നു. ഞാൻ വിംബിൾ അക്കാഡമിയുടെ പതിനാറാം ബാച്ച് മെമ്പർ കൂടിയാണ്. ഈ കോഴ്സിനെ പറ്റി, പ്രൊഫഷണൽ ട്രെയിനേഴ്സ് കോഴ്സിനെ പറ്റി ഞാൻ അറിയുന്നത് ഫൈസൽ സാറിൻ്റെ ഒരു വീഡിയോയിൽ നിന്നാണ്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, ഇത് ഫൈസൽ സാറിൻ്റെ ആത്മാർത്ഥത, വളരെ ആത്മാർത്ഥതയോടുകൂടിയാണ് അദ്ദേഹം ക്ലാസ് എടുക്കുന്നതെന്ന് അതിൽ നിന്ന് ഒറ്റ ഇത് തന്നെ ശ്രദ്ധിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. അതാണ് എന്നെ ഹഠാത് ആകർഷിച്ചത്. അതുപോലെ തന്നെ നമുക്ക് എന്ത് സംശയമുണ്ടെങ്കിലും അത് തീർത്തു തരുവാൻ അദ്ദേഹം വ്യക്തശ്രദ്ധനാണ്. അത് തന്നെ ഒരു വലിയ കാര്യമാണ് ഇന്നത്തെ കാലത്ത്. അദ്ദേഹം പേഴ്സണൽ മെന്റർ എന്ന രീതിയിലും അദ്ദേഹം ഓരോ വ്യക്തിയും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഏത് സമയത്തും അദ്ദേഹത്തെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ സമീപിക്കാം. അദ്ദേഹം നമുക്ക് സമീപിക്കാനാണ് എപ്പോഴും. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ നമുക്ക് മെന്ററായിട്ട് ഇങ്ങനെ ഒരു ക്ലാസ് നയിക്കുന്നതായി കിട്ടി എന്ന് പറയുന്നത് ഞാൻ അഭിമാനം കൊള്ളുന്നു. നമ്മുടെ അതുപോലെ തന്നെ ഫൈസൽ സാറ് സൈക്കോളജിയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ നേടിയ വ്യക്തിയാണ്. അതുപോലെ തന്നെ MA സൈക്കോളജി മറ്റൊരു സബ്ജക്റ്റിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹം നിരന്തരം തൻ്റെ നോളജ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് വളരെ നല്ലൊരു കാര്യമാണ്. ഇന്നെടുക്കുന്ന ക്ലാസ് ആയിരിക്കില്ല കുറച്ചുകൂടി കഴിഞ്ഞ് അദ്ദേഹം എടുക്കുന്നത്. കാരണം അത്രയും അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് നോളജ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. അദ്ദേഹം വിംബിൾ അക്കാഡമിയുടെ ഫൗണ്ടറും പ്രധാന അധ്യാപകനുമാണ്. അദ്ദേഹത്തെ ഞാൻ ഏറ്റവും സ്നേഹാദരവോടെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യേണ്ടത് ഷാംസീന മാഡത്തെയാണ്. അവർ മലപ്പുറംകാരിയാണ്. വിംബിൾ അക്കാഡമിയുടെ 11ാം ബാച്ചിൽ കംപ്ലീറ്റ് ചെയ്ത വ്യക്തി കൂടിയാണ് അവർ സൈക്കോളജിയിൽ ബിരുദം നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രാക്ടിക്കൽ കൗൺസിലിംഗിൽ ഒരു ബിരുദധാരി കൂടിയാണ്. അവർ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓൺലൈൻ ട്യൂട്ടറായും കൗൺസിലിംഗ് രംഗത്തുമാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ ഇന്ന് എടുക്കുന്ന ക്ലാസ് അഡോളസെന്റ് സൈക്കോളജി അഥവാ കൗമാര മനഃശാസ്ത്രത്തെ പറ്റിയാണ്. കൗമാര മനഃശാസ്ത്രത്തെ പറ്റി പറയുമ്പോൾ കൗമാരം എന്ന് പറയുന്നത് 12നും 18 വയസ്സിനും ഇടയിലുള്ള കുട്ടികളെയാണ് കൗമാര പ്രായക്കാരായി കണക്കാക്കുന്നത്. അത്തരത്തിലുള്ള ആളുകൾക്ക്, കൗമാര പ്രായത്തിലുള്ള ആളുകൾക്ക് വളരെയധികം സങ്കീർണമായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നവരാണ് ഈ കൗമാരക്കാരൻ. കാരണം അവരുടെ മാനസികവും ശാരീരികവും ഹോർമോൺ പരവുമായി ദ്രുതഗതിയിലുള്ള ഒരു പരിവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന കുട്ടികളാണ് ഈ കൗമാരപ്രായക്കാർ. അവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് മാതാപിതാക്കൾക്കോ അധ്യാപകർക്കോ അറിവില്ല എങ്കിൽ അവർ തെറ്റായ രീതിയിലേക്ക് നയിക്കപ്പെടാം. ഈ പ്രായത്തിൽ അവർ തെറ്റായ രീതിയിലേക്ക് നയിക്കപ്പെട്ടാൽ അവരുടെ ഭാവിയും സമൂഹത്തിൻ്റെയും തന്നെ ഭാവിയും അപകടത്തിലാകുന്നതാണ്.
അതുകൊണ്ട് ഇത് വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് ഈ കൗമാര മനഃശാസ്ത്രം. അവരെ കൈകാര്യം ചെയ്യുന്നതിൽ മാതാപിതാക്കൾക്കും അധ്യാപകർക്കൊക്കെ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇതേപ്പറ്റി ഷംസീന മാഡം നമുക്ക് വളരെ വിശദമായി തന്നെ ക്ലാസ്സുകൾ എടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനായി ഞാൻ വിശ്വസിക്കുന്നു. അവരെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ഇനി അടുത്തതായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നത് നിങ്ങൾ ഓരോരുത്തരെയുമാണ്. ഇവിടെ സംബന്ധിക്കുന്ന ഓരോരുത്തരെയും സമയം കണ്ടെത്തി ഇവിടെ എത്തിച്ചേർന്ന ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇനി ആരെയെങ്കിലും ഞാൻ സ്വാഗതം ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ക്ലാസ്സുകൾ ആരംഭിക്കുന്നതിനായി ഷംസീന മാഡത്തെ ഞാൻ കൃത്യമായി ക്ഷണിക്കുന്നു. താങ്ക് യു ഓൾ. ഷംസീന മാഡം ക്ലാസ് എടുക്കുന്നത്. താങ്ക് യു ജോസഫ് സർ. വളരെ ഹാർദമായ ഒരു സ്വാഗതത്തിന് നന്ദി ആദ്യമായി പറയുന്നു. അതോടൊപ്പം ഇവിടെ ജോയിൻ ചെയ്ത മറ്റ് ട്രെയിനേഴ്സിനും നന്ദി അറിയിക്കുന്നു. നിങ്ങളെല്ലാവരും നമുക്ക് എല്ലാവർക്കും മക്കളുണ്ട് അല്ലെ? എല്ലാവരും മക്കളുള്ള ആളുകളാണ്. കുഞ്ഞു കുട്ടികളുള്ളവരുണ്ടാവാം, മുതിർന്ന ഒരു സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളുണ്ടാവാം, കുറച്ച് അല്പം വലിയ കുട്ടികളുണ്ടായിരിക്കും. മക്കൾ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ലൈഫിന്റെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു അസറ്റ് ആണ് അല്ലേ? അതാണ്. അതിന് എതിരെന്തെങ്കിലും ഉണ്ടോ? ഇതൊരു ഇന്ററാക്റ്റീവ് ടോക്കായിട്ട് മാറ്റാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ കുറെ ഇങ്ങനെ പറയുന്നു, നിങ്ങൾ കുറെ കേൾക്കുന്നു എന്നതിനപ്പുറം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്ന കാര്യങ്ങൾ സംവദിച്ചു പോകുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു അല്ലെ? അതിനാകുമ്പോ ഒരു ലൈവ്നെസ് ഉണ്ടാവുമല്ലോ. നമ്മള് ജീവിതത്തില് നമ്മുടെ ഒരു ലൈഫിൽ നമ്മൾ ചെയ്യുന്ന ഓരോ ഘട്ടങ്ങളിലും ഓരോ കാര്യങ്ങളും നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. അവര് നമ്മളുടെ ലൈഫിലെ ഒരു അസറ്റ് തന്നെയാണ്. അവരെ നല്ല രീതിയിൽ വളർത്താന്, അവരുടെ ഭാവി സുരക്ഷിതമാക്കാനും ഒക്കെയാണ് നമ്മൾ പലരും വർക്ക് ചെയ്യുന്നതും പ്രവാസികളായും ഒക്കെ നമ്മൾ വർക്ക് ചെയ്യുന്നതൊക്കെ. ഈ മക്കള് നല്ല രീതിയിൽ വളർന്നു വരിക എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് ഘടകങ്ങളുണ്ട്. ഭക്ഷണം കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് ജീവിക്കാനുള്ള ഷെൽട്ടർ, അവരുടെ നെസസിറ്റീസ് ഒക്കെ ഫുൾഫിൽ ചെയ്യുക എന്നതിനോടൊപ്പം തന്നെ അവരുടെ മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള സോഷ്യലി ഉള്ള വൈജ്ഞാനികപരമായിട്ടുള്ള നീഡ്സുകൾ, അതിനെ നമുക്ക് നെസസിറ്റീസ് എന്ന് വിളിക്കാം. അവ കൂടി നമ്മൾ ഫുൾഫിൽ ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യത്തിന് വ്യക്തമായൊരു മറുപടി കണ്ടെത്തുമ്പോഴാണ് നമ്മൾ മക്കളെ നല്ല രീതിയിൽ വളർത്തുന്നു, അല്ലെങ്കിൽ അവർ നമ്മൾക്ക് തിരിച്ചെന്തെങ്കിലും നൽകാൻ പ്രാപ്തരാകുന്നു എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും മക്കള് എല്ലാവരും അവരുടെ പ്രായം ഒന്ന് മെസ്സേജ് ചാറ്റ് ചെയ്യാൻ കഴിയും, ബുദ്ധിമുട്ടാവില്ലെങ്കിൽ? നിങ്ങൾ മക്കളുടെ പ്രായം ഒന്ന് ചാറ്റ് ബോക്സിൽ മെസ്സേജ് ചെയ്യും. ഓക്കെ. രണ്ടു മക്കളുള്ളവര്. ഓക്കെ, മാഷാ അല്ലാ, താങ്ക് യു. അഡോളസൻസിലേക്ക് എത്തി നിൽക്കുന്നവരും അതിലേക്ക് സഞ്ചരിക്കാൻ തയ്യാറെടുക്കുന്നവരൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ട്, നമ്മുടെ മക്കളുടെ കൂട്ടത്തിലുണ്ട്. ഈ കൊറോണ പീരീഡില് ചെടികളുമായി ഒരുപാട് ബന്ധം സ്ഥാപിച്ചവരാണ് നമ്മൾ പലരും. അങ്ങനെയുള്ള ആരൊക്കെയുള്ളത്? ഒന്ന് റേസ് ഹാൻഡ് ചെയ്യോ, അല്ലെങ്കിൽ ഒന്ന് ചാറ്റിലൂടെ ഒന്ന് പറയോ? ചെടികൾ ഒരുപാട് ഇഷ്ടപ്പെട്ട് ചെടികളുമായിട്ട് ഒരുപാട് നേരം ചെലവഴിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? വീടിലും അകത്തും പുറത്തൊക്കെ ചെടികൾ വെച്ച് ഓക്കെ. ഇപ്പൊ ഇല്ല, മുന്നേ ഉണ്ടായിരുന്നല്ലേ? തിരക്കുകളൊക്കെ ആയിട്ട് ഒഴിവാക്കിയതാണോ? മാം? ഓക്കെ. ഈ ചെടി എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ലൈഫുമായിട്ട്, അല്ലെങ്കിൽ നമുക്കൊന്ന് കണക്ട് ചെയ്ത് വായിക്കുമ്പോൾ ഓക്കെ, താങ്ക് യു, ഉണ്ടായിരുന്നു. ഇപ്പോൾ തിരക്കുകളായിട്ട് ഒഴിവാക്കിയതാണല്ലേ? മാഷാ. ഓക്കെ, ഫിറോസ്. ഓക്കെ സർ. ഒരു ചെടിയെ നമ്മൾ വാങ്ങിച്ചു കൊണ്ടുവരുമ്പോൾ നമ്മൾ എവിടെന്നെങ്കിലും അതിന്റെ ഭംഗി കണ്ടിട്ടൊക്കെ ആയിരിക്കും അത് വാങ്ങിച്ചു കൊണ്ടുവരുന്നുണ്ടാവുക.
പക്ഷെ ഈ ചെടി നമ്മള് മണ്ണിലേക്ക് ഇറക്കി വെക്കുന്ന അതിന്റെ ആ ഒരു മണ്ണ് അല്ലെങ്കിൽ ആ സ്ഥാനം തെരഞ്ഞെടുക്കുന്നത് മുതൽ നമ്മൾ ഒരുപാട് ശ്രദ്ധ ചെലുത്താറുണ്ട് അല്ലെ. നല്ലൊരു ഭംഗിയുള്ള സ്ഥലം, നല്ല മണ്ണ് വളക്കൂറ് കിട്ടുന്ന ഒരു സ്ഥലത്തായിരിക്കണം. നല്ല രീതിയിൽ അതിനെ വളരാനുള്ള ഒരു പരിതസ്ഥിതി ഒരുക്കി കൊടുക്കുന്ന രീതിയിലായിരിക്കും നമ്മൾ അതിനെ പ്ലേസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ ചെടിക്ക് വേണ്ട വളവും വെള്ളവും വളർന്നു വരുന്ന ഓരോ ഘട്ടങ്ങളിലും വേണ്ട ആവശ്യമായിട്ടുള്ള പരിചരണങ്ങളൊക്കെ നമ്മൾ അതിന് നൽകാറുണ്ട്. വല്ല പുഴുക്കുത്ത്, ഇലകൾക്ക് കേടുവരിക, കായ്കൾ കായ്ക്കാതെ വരുമ്പോൾ അതിന്റെ എക്സ്പേർട്സുമായിട്ട് നമ്മൾ സംസാരിച്ച് എന്തെങ്കിലും മാറ്റങ്ങൾ നമ്മൾ വരുത്തേണ്ടതുണ്ടോ, വേറെ എന്തെങ്കിലും നമ്മൾ ട്രീറ്റ്മെന്റ്സ് കൊടുക്കേണ്ടതുണ്ടോ എന്ന് നമ്മൾ ആരായാറുണ്ട്. അതിനനുസരിച്ച് നമ്മൾ ചേഞ്ചസ് വരുത്താറുണ്ട്. പിന്നെ തണല് ആവശ്യമില്ലാത്ത മരമാണെങ്കിൽ തണലൊക്കെ നീക്കി കൊടുത്ത് ആ ഒരു സറൗണ്ടിങ്സ് നമ്മൾ എപ്പോഴും നല്ല രീതിയിലാക്കി കൊടുത്ത് ചെടികളെ വളരെയധികം ശുശ്രൂഷിച്ച് പരിപാലിച്ചു കൊണ്ട്, സ്നേഹത്തോടെ പരിപാലിച്ചു കൊണ്ട് നടക്കലുണ്ട്. ഇതേ ഒരു കാര്യം തന്നെയല്ലേ നമ്മുടെ മക്കളിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. നമ്മുടെ മക്കള് നമ്മൾ ജനിപ്പിച്ച് അവരെ ഓരോ ഘട്ടങ്ങളും നമ്മൾ മനസ്സിലാക്കി അവരുടെ കൂടെ നമ്മളും. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഒരു ഉമ്മയും ഉപ്പയും അല്ലെങ്കിൽ അമ്മയും അച്ഛനും കൂടിയാണ് അവിടെ ജനിക്കുന്നത്. ഈ കുഞ്ഞിനോടൊപ്പം അവരും കൂടി വളരെയാണ്. അപ്പൊ ഈ കുഞ്ഞിന് നമ്മളൊരു 7 വയസ്സ് വരെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ഇതൊക്കെ വെച്ച് പരിതസ്ഥിതിയും ഇപ്പോഴത്തെ ഒരു മോഡേൺ എറ വെച്ച് നോക്കി നോക്കുമ്പോൾ സൈക്കോളജിക്കലി ഏജുകൾക്കൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഏജുകളുമായി ബന്ധപ്പെട്ട സൈക്കോളജി ഒക്കെ വരുമ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട്. എന്നാലും പൊതുവിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു 7 വയസ്സ് വരെ നമ്മൾ കുഞ്ഞുങ്ങളുമൊക്കെ അവർക്ക് വാത്സല്യം കൊടുത്ത് അവരെ ലാളിച്ച് അവരുടെ കൂട്ടുകാരനായിട്ട് ഒക്കെ നിന്നിട്ടാണ് അവരെ പോലെ കളിച്ച് അവരെ പോലെ ഒരു കുട്ടിയായി നമ്മൾ നിന്നിട്ടാണ് വളർത്തുന്നത്. അതിനുശേഷമുള്ള ഒരു പീരീഡിലേക്ക് വരുമ്പോൾ ഈ ഒരു അഡോളസെൻസ് അല്ലെങ്കിൽ ഒരു കൗമാരം എന്ന ഭാഗത്തേക്ക് ആ ഒരു ഏജിലേക്ക് അവർ കടക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു വിധമായിട്ടുള്ള മാറ്റങ്ങളുണ്ട്. ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ അവിടെ നടക്കുന്നുണ്ട്. അതായത് ഈ ചൈൽഡ്ഹുഡ് എന്നതിൽ നിന്നും അഡൽട്ട്ഹുഡിലേക്ക് സഞ്ചരിക്കുന്ന ഒരു പാതയാണ് ഈ അഡോളസെന്റ് സൈക്കോളജി എന്ന് പറയുന്നത്. അവിടെ നമ്മൾ പാലിക്കേണ്ടതായ അല്ലെങ്കിൽ അവിടെ നമ്മൾ ഉറ്റുനോക്കേണ്ടതായ ചില വെല്ലുവിളികളും ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചാലഞ്ചസുകൾ, ചേഞ്ചസുകൾ ഉണ്ട്. അതെല്ലാം ആസ് എ പാരന്റ് നമുക്ക് അവർക്ക് കാണിച്ചു കൊടുക്കാനും പറഞ്ഞു കൊടുക്കാനും സാധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു അഡൾട്ട്ഹുഡ് കഴിഞ്ഞിട്ടുള്ള അവരുടെ ഭാവി, അതായത് ജോലി, കുടുംബം, മറ്റുള്ള ഒരു മെച്വേർഡ് ആയിട്ടുള്ള രീതിയിലേക്ക് പോകുമ്പോൾ അവരുടെ ലൈഫിൽ ഒരു നല്ലൊരു അടിത്തറ പാകാൻ വേണ്ടി നമുക്ക് സാധിക്കും. ഈ അഡോളസെന്റ് സൈക്കോളജിയിലൂടെ ഉദ്ദേശിക്കുന്നതും ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണ്. അഡോളസെന്റ് സൈക്കോളജി എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ഫോർമേഷൻ ആണെന്ന് ഞാൻ പറഞ്ഞു. ചൈൽഡ്ഹുഡിൽ നിന്നും അഡൾട്ട്ഹുഡിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ്. അവിടെ മാനസികമായിട്ടും ശാരീരികമായിട്ടും വൈജ്ഞാനികപരമായിട്ടും സോഷ്യലി എല്ലാം അവർക്ക് ഒരുപാട് ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്. ഇത് അവരുടെ എല്ലാ ഘട്ടങ്ങളിലും, അതായത് അഡോളസെന്റ് ഏജ് സ്റ്റാർട്ട് ചെയ്യുന്ന മൂന്ന് ഘട്ടങ്ങളായി നമ്മൾ തരം തിരിക്കുമ്പോൾ ഓരോ ഘട്ടങ്ങളിലും വിവിധ തരത്തിൽ അവരെ അത് ബാധിക്കുന്നുണ്ട്. അത് നല്ല രീതിയിലും പോസിറ്റീവായിട്ടും ആയിരിക്കും, നെഗറ്റീവായിട്ടും ബാധിക്കും. 3 ഘട്ടങ്ങളായിട്ടെന്ന് പറയുമ്പോൾ ആദ്യത്തെ ഒരു ആദ്യം തന്നെ പറയട്ടെ, നമ്മൾ ടീനേജ് എന്നാണ് നമ്മൾ പറയാറില്ലേ. എന്നാൽ അതിൽ നമ്മൾ ഏത് പ്രായമാണ് ഉൾക്കൊള്ളിക്കാറുള്ളത്? 13 മുതൽ 19 വരെയാണ് നമ്മൾ ഉൾക്കൊള്ളിക്കാറ്. ആസ് എ സൈക്കോളജി നമ്മൾ സൈക്കോളജിക്കൽ സ്റ്റഡീസ് പറയുകയാണെങ്കിൽ നമ്മൾ ഇതുവരെ സൈക്കോളജിയിൽ അഡോളസെൻസ് ഏജ് എന്ന് കണക്കാക്കി എണ്ണപ്പെട്ടിരുന്നത് 13 മുതൽ 19 വയസ്സ് വരെയാണ്. പക്ഷെ ഇന്നത്തെ നമ്മളുടെ ലോകം മാറി, ലോകത്തെ സാങ്കേതികത സംവിധാനങ്ങളും മാറി, ഒരുപാട് ചേഞ്ചസ്, ഇന്നോവേഷൻസ് ഒക്കെ വന്നതിന്റെ ഭാഗമായി നമ്മൾ ഓരോരുത്തരും മാറി, നമ്മളെ ചിന്താഗതികൾ മാറി. ഇതേപോലുള്ള മാറ്റങ്ങൾ കുട്ടികളിലും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പഠനങ്ങൾക്ക് വിധേയമാക്കി സൈക്കോളജി ഇപ്പോൾ പറയുന്നത് അഡോളസെൻസ് എന്ന് പറയുന്നത് 10 വയസ്സ് മുതൽ 21 വയസ്സ് വരെയാണെന്നാണ്. അതായത് 10 വയസ്സ് മുതൽ തന്നെ നമ്മുടെ കുട്ടികളിൽ ഫിസിക്കലിയും മെന്റലിയും
സോഷ്യലിയും കൊഗ്നിറ്റീവായിട്ടുമുള്ള ചേഞ്ചസ് കണ്ടു തുടങ്ങുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ അർത്ഥം. ഒരു 10 മുതൽ 13 വയസ്സ് വരെയുള്ള കുട്ടികളെ നമുക്ക് ഏർലി അഡോളസൻസിൽ ഉൾപ്പെടുത്താം. ഏർലി അഡോളസൻസിലെ മെയിൻ ആയിട്ടും ഒരു പ്യൂബർട്ടിക്ക് വേണ്ടി ഒരുങ്ങുന്ന ഒരു കാലഘട്ടം, അല്ലെങ്കിൽ അവരുടെ ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ സംഭവിച്ചു തുടങ്ങുന്ന ഒരു കാലഘട്ടം. ഈ പീരീഡിൽ അവർ ഒരുപാട് അവരിലേക്ക് തന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങും. നിങ്ങൾ കണ്ടിട്ടില്ലേ, ചില കുട്ടികളൊക്കെ കണ്ണാടിയുടെ മുന്നിൽ നിന്നിട്ട് കൂടുതലായും ഒരുങ്ങുന്നത് കാണാം. അല്ലെങ്കിൽ അമ്മ സാരി ഉടുക്കുന്നത് പോലെ സാരി ഉടുത്തു നോക്കും, അച്ഛൻ മുടി ചീകുന്നത് പോലെ മുടി ചീകി നോക്കും, അല്ലെങ്കിൽ അമ്മ ബ്യൂട്ടി ടിപ്സ് എന്തെങ്കിലും ചെയ്യുമ്പോൾ കൂടെ എനിക്കും ചെയ്യണം എന്നുള്ളൊരു ഒരു ഇതിൽ വരും. പിന്നെ മുഖക്കുരൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷനായിരിക്കും അവർക്ക്. അതെന്താ അങ്ങനെ എന്നുള്ളൊരു ടെൻഷനായിരിക്കും. അതെന്താ, സെൽഫ് കോൺഷ്യസ് ആവുകയാണ് അവർ കൂടുതൽ ഈ ഒരു കാലഘട്ടത്തിൽ, പ്രായത്തിൽ, ഈ ഒരു 10 മുതൽ 13 വയസ്സ് വരെയുള്ള സമയത്ത്. അതോടൊപ്പം പിയർ ഗ്രൂപ്പിനായിട്ട് കൂടുതൽ ജെല്ലാവാനുള്ള ഒരു ശ്രമം നടത്തുന്നതാണ്. അതുവരെ അവർക്കൊരു ബെസ്റ്റ് അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ളതൊക്കെ ഇങ്ങനെ ഒരു ഫ്ലക്ച്വേഷൻസ് സംഭവിക്കും. പക്ഷെ ഈ ഒരു ടൈം ആകുമ്പോഴത്തേനും അവരുടെ ഒരു കൂട്ടുകാരെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ആലോചനകൾ, അവരെ എന്റെ കൂട്ടുകാരനാവണം, അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിൽ എനിക്ക് വന്ന് പെടണം എന്നുള്ള ഒരു ആഗ്രഹങ്ങളും. അതുപോലെ തന്നെ അബ്സ്ട്രാക്ട് തിങ്കേഴ്സ് ആയിരിക്കും. അബ്സ്ട്രാക്ട് തിങ്കേഴ്സ് എന്ന് പറഞ്ഞാല് ഔട്ട് ഓഫ് ദ ബോക്സ് അവർ ചിന്തിക്കും. നമുക്കൊരു നമ്മളിപ്പോ വളർന്ന് മുതിർന്ന ആൾക്കാരാണ്. അപ്പൊ നമുക്ക് ഓരോ കാര്യങ്ങളും ചിന്തിക്കുമ്പോൾ അതിന്റെ അടിസ്ഥാനം നമ്മൾ നോക്കാറുണ്ട്. അത് ചെയ്തു കഴിഞ്ഞാലുള്ള മുൻപും ശേഷവും അതിന്റെ ഇടയിലുള്ള എല്ലാ നൂലാമാലകളുണ്ടോ, അതിന്റെ ഗുണങ്ങൾ എന്താണ്, ദോഷങ്ങൾ എന്താണ്, ഇതെല്ലാം നമ്മൾ നോക്കിയിട്ടാണ് ഒരു കാര്യത്തിലേക്ക് നമ്മൾ ചിന്ത പോലും കൊടുക്കാറുള്ളൂ. പക്ഷെ ഈ അഡോളസൻ പീരീഡിലുള്ള ഏർലി അഡോളസൻ പീരീഡിലുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് കൂടുതലായിട്ടും ഔട്ട് ഓഫ് ദ ബോക്സ് ഒരു ഇമാജിനറി വേൾഡിലേക്കാണ് അവർ കയറുന്നത്. അവിടെ എന്താണ് അവിടുത്തെ കോൺസിക്വൻസസ് എന്താണെന്നോ അതിനെ പറ്റിയൊന്നും ചിന്തിക്കാനുള്ള ഒരു മെനക്കെടില്ല. അവരതിനു വേണ്ടി ഒന്നും നിൽക്കില്ല, അതിനൊന്നുള്ളൊരു ക്ഷമ അവർ കാണിക്കില്ല. എന്നാൽ അത് ഒന്നും കൂടി മുന്നോട്ട് പോയി ഒരു 14 വയസ്സ് മുതൽ ഒരു 17 വയസ്സ് വരെയുള്ള മക്കളിലേക്ക് കടന്നു കഴിഞ്ഞാല് അവര് ഈ ഒരു പിയർ ഗ്രൂപ്പിലേക്ക് ഒന്നും കൂടി ജെല്ലായി, ഒന്നും കൂടി ഇൻവോൾവ് ആയി ഇൻഡിപെൻഡന്റ്ലി ചില കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ വേണ്ടി തുടങ്ങും. ചില കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ ബിലീഫ് സിസ്റ്റത്തില് അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അവർ സ്വന്തമായിട്ടുള്ള ചിന്തകളെ ഉടലെടുക്കാൻ വേണ്ടി തുടങ്ങും. അതോടൊപ്പം തന്നെ ഇമോഷണലി ഒരുപാട് ഫ്ലക്ച്വേഷൻസ് സംഭവിക്കുന്ന ഒരു കാലഘട്ടം കൂടിയിട്ടാണ് ഈ ഒരു വർഷങ്ങൾ മിഡിൽ അഡോളസൻസ് എന്ന് പറയുന്നത്. ഈ ഇമോഷണലി ഫ്ലക്ച്വേഷൻസ് എന്ന് പറയുമ്പോൾ അത് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. പൊട്ടൻഷ്യലി അവര് റിസ്ക് എടുക്കാനും കൂടിയിട്ട് തുടങ്ങും. അതായത് ആൽക്കഹോൾ യൂസേജ് തുടങ്ങും, ആൽക്കഹോൾ കൺസെപ്ഷൻ തുടങ്ങും. അതോടൊപ്പം സ്മോക്കിങ്ങിനെ കുറിച്ചിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമിക്കും. പിന്നെ റിലേഷൻഷിപ്സിലേക്ക് അവര് കാൽവെപ്പ് വെക്കും. അങ്ങനത്തെ പൊട്ടൻഷ്യൽ റിസ്ക് എന്നാണ് നമ്മൾ സൈക്കോളജിയിൽ അതിനെ പറയാം. അങ്ങനത്തെ റിസ്കുകൾ എടുക്കാൻ വേണ്ടിയിട്ട് അവര് ആലോചനകളിലേക്കും അല്ലെങ്കിൽ അതുമായിട്ടുള്ള ചർച്ചകളിലൊക്കെ അവരുടെ പിയർ ഗ്രൂപ്പില് ചർച്ചകൾ നടത്തും. അവിടുന്ന് കുറച്ചും കൂടി സഞ്ചരിച്ച് ഒരു 18 മുതൽ ഒരു 21 വയസ്സ് വരെ, ഞാൻ നേരത്തെ പറഞ്ഞു അഡോളസൻസ് എന്ന് പറയുമ്പോൾ അത് ടീനേജ് ആണ്. പക്ഷെ ആസ് എ മോഡേൺ സൈക്കോളജി ദേ ആർ ഡിഫൈൻഡ് ദ അഡോളസൻസ് ആസ് 18 years to from the 18 years to 21 years old. ഈ ഒരു ലേറ്റ് അഡോളസൻസ് പീരീഡ് എന്നാണ് ഇതിനെ പറയാം. ഏത് വർഷം 18 വയസ്സ് മുതൽ 21 വയസ്സ് വരെയുള്ള ഒരു കുട്ടിയുടെ ലേറ്റ് അഡോളസൻസ് പീരീഡ് ആണ്. നമുക്കറിയാം അത് കഴിഞ്ഞാൽ പിന്നെ അവർ അഡൽട്ട്ഹുഡിലേക്ക് ചേഞ്ച് ആവാണ്, അഡൽട്ട്ഹുഡിലേക്ക് മാറുകയാണ്. അപ്പോ അവർക്ക് സെൽഫായിട്ടുള്ള ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാനുള്ള ഒരു ശ്രമങ്ങൾ, എങ്ങനെയൊക്കെ എന്താ പറയാ സ്വാശ്രയത്വം നേടാം, അല്ലെങ്കിൽ ചെറിയ ചെറിയ കുട്ടി ജോലികൾ. ഇപ്പൊ ചില മക്കളൊക്കെ കാറ്ററിങ്ങിന് പോവും, പിന്നെ അങ്ങനെയുള്ള കുട്ടി ജോലികളൊക്കെ ചെയ്ത് അവന്റെ പോക്കറ്റ് മണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവന് ശ്രമിക്കും. ഇന്നത്തെ കാലത്തൊക്കെ ഒരുപാട് കുട്ടികൾ ഓൺലൈനായിട്ടും അല്ലെ ഓഫ്ലൈൻ ആയിട്ടൊക്കെ കുഞ്ഞു ജോലികൾ ചെയ്ത് അവരുടെ പോക്കറ്റ് മണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നവരുണ്ട്.
അതുപോലെ അത് സെൽഫ് ഡിപ്പെൻഡന്റ് ആവണം എന്നുള്ള ഒരു തോട്ടിൽ നിന്നും വരുന്നതാണ്. അവരുടെ കരിയർ എക്സ്പ്ലോർ ചെയ്യണം, നല്ലൊരു എക്സ്പ്ലോറേഷൻ ഉള്ള ഒരു കരിയറിലേക്ക് സ്വിച്ച് ചെയ്യണം എന്ന് ചിന്തിക്കും. അതോടൊപ്പം ലോങ് ടേം ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവര് ശ്രമിക്കും. അതായത് ഈ പ്രേമബന്ധങ്ങളിലേക്കൊക്കെ ലോങ് ടേം ആയിട്ടുള്ള പ്രേമബന്ധങ്ങളിലേക്കൊക്കെ നീങ്ങാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി മെച്യൂർഡ് ആയിട്ട്, മെച്യൂർഡ് എന്ന് പറയാൻ കഴിയില്ല, ഒരു ലോങ് ടേം അതിലുള്ള കോൺസിക്വൻസസ് ഒന്നും ആലോചിക്കുകയൊന്നും ചെയ്യില്ല. എന്നാലും ഒരു പരിധി വരെ മുന്നത്തെ ഒരു ഏർലി അഡോളസൻസിനേക്കാളും ഫ്ലക്ച്വേഷൻസ് കുറഞ്ഞ് ഒരു ഇത്തിരിയും കൂടി ലോങ് ടേം ആയിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് അവർ മൂവ് ചെയ്യും. അവിടെ കൂടുതലായിട്ടും അവർ കാണിക്കുക, ഈ ഒരു ലേറ്റ് അഡോളസൻസ് പീരീഡിലുള്ള കുട്ടികൾ കൂടുതലായിട്ടും കാണിക്കുക ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാനുള്ള ഒരു ത്വരയും അതോടൊപ്പം സ്വാശ്രയത്വം നേടിയെടുക്കാനുള്ള വഴികളെ പറ്റി ആലോചിക്കുകയാണ് ചെയ്യാം. ഇത്രയും നമ്മൾ 3 സ്റ്റേജസ് നമ്മൾ പറഞ്ഞു. 3 സ്റ്റേജസിലായിട്ട് കുട്ടികൾക്കുള്ള മാറ്റങ്ങൾ വരുന്ന രീതികൾ പറഞ്ഞു. ഇനി ഇത് ഒരിക്കലും നമ്മൾ ഒരു കുട്ടിയെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെയും നമ്മൾ ഒരു എന്താ പറയാ നെഗറ്റീവായിട്ട് നമ്മൾ കാണരുതല്ലോ. നമ്മൾ മക്കള് ഇത്തരം പീരീഡില്, ടീനേജ് പീരീഡിൽ പോകുന്ന കുട്ടികള് നമ്മൾ ഇപ്പൊ ഒന്ന് മുടി വളർത്തി കണ്ടാൽ നമ്മൾ പറയും അവൻ വേറെ ഒരു ടേം പറയും, നിങ്ങൾക്ക് അറിയാം. ഒന്ന് ഇത്തിരി ഹാഷ് ബോഷായി നടക്കുന്ന കണ്ടാലും നമ്മൾ പറയും അവനതൊരു ഒരു ഫ്രീ മൈൻഡാണ്, അവനക്കൊന്നിനെ പറ്റിയും ചിന്തിക്കില്ല, അങ്ങനെയില്ല എന്നാണ്. ആക്ച്വലി കുട്ടികൾ അങ്ങനെയല്ല. അത് നമ്മള് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വെള്ളവും വളവും കൊടുക്കുന്നതിന്റെ പോരായ്മ കൊണ്ട് സംഭവിക്കുന്ന കുറവുകളാണ്. അങ്ങനെ അത്തരം ഇടങ്ങളിൽ നിന്നും വരുന്ന മക്കളിൽ സംഭവിക്കുന്നതാണ്. ഒരു ഡെവലപ്മെന്റ് സ്റ്റേജ് എടുത്തു കഴിഞ്ഞാൽ ഈ അഡോളസെന്റ് പീരീഡിനെ പോലെ അത്രയും ചെറുഷായി ഗ്രോത്ത് നടക്കുന്ന, ബ്രെയിൻ ഗ്രോത്തും ഫിസിക്കൽ ഗ്രോത്തും നടക്കുന്ന ഒരു സ്റ്റേജ് നമ്മുടെ ഒരു ഹ്യൂമൻ ബീയിങ്ങിന് ഇല്ല എന്ന് തന്നെ പറയാം. കാരണം ഏറ്റവും പീക്ക് സ്റ്റേജ് അല്ലെങ്കിൽ നന്നായി വളർത്തിയാൽ നന്നായി വളർന്ന് നല്ല രീതിയിൽ ജീവിതം കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു പീരീഡാണ് അഡോളസെന്റ് പീരീഡ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അവർക്ക് കൂടുതലായിട്ട് ലോജിക്കൽ തിങ്കിങ്, അതായത് ഒരു കാര്യത്തിനെ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിക്കാനുള്ള ഒരു കഴിവ് അവർക്കുണ്ട്. ആ ഒരു സിറ്റുവേഷൻ കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വീട്ടിൽ സംഭവിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ കാര്യം എന്തെങ്കിലും നമ്മൾ വീട്ടിൽ നടക്കുകയാണെങ്കിൽ അവരുടെ ഒരു അഭിപ്രായം കൂടി നമ്മൾ ആരാഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവരുടേത് ഒരു ഇത്തിരി കൂടി വ്യത്യസ്തമായിട്ടായിരിക്കും, പക്ഷെ അതിനൊരു റീസണബിലിറ്റി ഉള്ള ഒരു മറുപടി ആയിരിക്കും അവരുടെ കയ്യിൽ നിന്ന് കിട്ടുക. കാരണം അവർ ചിന്തിക്കുക നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും കുറച്ചും കൂടിയും അബ്സ്ട്രാക്ട് ചെയ്തിട്ടാണ്, ഔട്ട് ഓഫ് ദ ബോക്സ് അവർ ചിന്തിക്കും. അതോടുകൂടി ലോജിക്കൽ റീസണിങ് അവർക്ക് കൂടുതലായിരിക്കും. ഇങ്ങനത്തെ പ്രോസസ്സിങ്, അവരുടെ മൈൻഡിലെ ഓരോ കാര്യങ്ങൾക്കും ഉള്ള കാഴ്ചപ്പാടുകൾ വ്യത്യാസമായിരിക്കും. അവരുടെ പ്രായത്തിൽ നിന്നിട്ടാണെങ്കിൽ പോലും അവർക്ക് നമ്മളെക്കാളും കുറച്ചും കൂടി മൾട്ടിപ്പിൾ കേസസ് ആയിട്ട് മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവിൽ കാണാൻ വേണ്ടി സാധിക്കും. അതായത് വിവിധ രീതിയിൽ ഒരു പ്രശ്നത്തിനെ കാണാൻ വേണ്ടിയിട്ടുള്ള കഴിവ് അവരുടെ കോഗ്നിറ്റീവ് ഗ്രോത്തിൽ നടക്കുന്നുണ്ട്. അതിനെ എത്രമാത്രം നമ്മൾ അതിനെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് വേറൊരു വശമാണ്. ഞാൻ പറയുന്നത് അവർക്ക് അവരുടെ ബ്രെയിനിൽ സംഭവിക്കുന്ന അവരുടെ വൈജ്ഞാനികപരമായിട്ടുള്ള മാറ്റങ്ങൾ ഏതൊക്കെ രീതിയിൽ നടക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതോടൊപ്പം തന്നെ അവർക്ക് ഉള്ള ഏറ്റവും വലിയൊരു ഗുണം എന്താന്ന് വെച്ചാല് എന്തിലും അവർക്ക് പഠിക്കാനുള്ള, എന്തൊരു വിഷയം കൊടുത്താലും എന്തൊരു വസ്തുത നമ്മൾ പറഞ്ഞു കൊടുത്താലും അതിനെപ്പറ്റി ഇഴകീറി പഠിക്കാനുള്ളൊരു ബോധം അവർക്ക് ഉണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ അവർക്ക് അത് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുവഴി അവരുടെ പെർഫോമൻസ് കൂട്ടിയെടുക്കാനും നമുക്ക് സാധിക്കും. അതിന് കാരണം എന്താന്ന് വെച്ചാല് അണ്ടർസ്റ്റാൻഡിങ് പവർ ഒരുപാട് കൂടുതലായിരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ വിവിധ തലങ്ങളിൽ നിന്ന് ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ വിവിധ രീതിയിൽ അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്തെടുക്കാനും അവർക്ക് സാധിക്കുന്നുണ്ട്. അത് എന്തിലേക്കാണ് വഴിവെക്കുന്നത്?
ഒരു എഫക്റ്റീവായിട്ട് നമുക്കൊരു ഇൻഫോർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ, ഒരു വിവരം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു ഇപ്പോ ഏതെങ്കിലും ഒരു വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമുക്കൊരു വിവരം കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു ഇൻഫോർമേഷൻ നമുക്ക് നല്ല രീതിയിൽ പ്രോസസ് ചെയ്തെടുക്കാനുള്ള ഒരു കഴിവും ഈ അഡോളസെന്റ് ഏജുകാർക്കുണ്ട്. അത് മൊത്തം ഈ ഒരു 10 വയസ്സ് മുതൽ അല്ലെങ്കിൽ 13 വയസ്സ് മുതൽ ഒരു 19-20 വയസ്സ് വരെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും വിവിധ ഘട്ടങ്ങളിലായിട്ട് സംഭവിക്കുന്നതാണ്. ഇതിന്റെ ഒക്കെ അടിസ്ഥാനപരമായിട്ടുള്ള ഈ ഒരു ഗുണങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് ഒരു വിഷമഘട്ടം. കാരണം അതിന് വേണ്ടിയിട്ട് നമ്മൾ പാരന്റ്സ് പ്രാപ്തരാവണം. അതിലേക്ക് ഞാൻ വരാം ഇൻഷാ അള്ളാ. അതിന് മുൻപ് കുറച്ച് കാര്യങ്ങളും കൂടി പറഞ്ഞിട്ട് നമ്മൾ ആസ് എ പാരന്റ് നമ്മൾ എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് ഫോളോ ചെയ്യേണ്ടതെന്ന് വരാം. ഇത്രയും നമ്മൾ സംസാരിച്ചത് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിനെ അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ചേഞ്ചസിനെ കുറിച്ചിട്ടാണ്. നേരത്തെ പറഞ്ഞു ഇവർക്ക് ഇമോഷണലി നല്ലോണം ഫ്ലക്ച്വേഷൻസ് വരും, ഇമോഷണലി ചേഞ്ചസ്. ഇപ്പോൾ ജോസഫ് സർ തന്നെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ വരുന്ന ഒരു കാലഘട്ടമാണ്. അതോടൊപ്പം തന്നെ ഇവർക്ക് അതിന്റെ ഭാഗമായിട്ട് വായിക്കുകയാണെങ്കിൽ ഇമോഷണലി അവരെപ്പോഴും മൂഡ് ഓഫുകള് അല്ലെങ്കിൽ ദേഷ്യം പെട്ടെന്ന് വരിക, സങ്കടം പെട്ടെന്ന് വരിക. പെൺകുട്ടികളൊക്കെ ഉള്ള മാതാപിതാക്കൾക്ക് അറിയാം, ഉമ്മമാര് എത്ര ചീത്ത പറഞ്ഞാലും നേരം വെളുത്ത് രാത്രി വരെ ചീത്ത പറഞ്ഞാലും ഒരു കുഴപ്പം ഉണ്ടാവില്ല. പക്ഷെ ഉപ്പ അല്ലെങ്കിൽ അച്ഛൻ ഒന്ന് നോക്കിക്കഴിഞ്ഞാല് അവിടെ നിന്ന് കരയും. അതായിരിക്കും പെൺകുട്ടികളുടെ അവസ്ഥ. പക്ഷെ ആൺകുട്ടികളാണെങ്കിലോ ഉമ്മമാർക്കും ഉപ്പമാർക്കും മുഖം കൊടുക്കില്ല. കാരണം എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ അതിന്റെ അവരതിനെ ടോളറേറ്റ് ചെയ്യാൻ നോക്കുന്ന രീതികൾ വേറെ ആയിരിക്കും. അപ്പൊ ഇമോഷണലി അവരെപ്പോഴും ഇങ്ങനെ മാറി മാറി വിഷമങ്ങൾ, അത് ചിലപ്പോ ഈ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട് മാത്രമല്ല, അവരുടെ ലിംബിക് സിസ്റ്റം, ഇന്നർ സിസ്റ്റംസ്, ഓരോ വളർച്ചാ ഘട്ടങ്ങളുടെ മാറ്റങ്ങൾ കൊണ്ടും ആയിരിക്കും. പിന്നെ അവരുടേതായ സ്വന്തമായിട്ടുള്ള ഒരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ അവര് ശ്രമിക്കും. അവരുടെ ഒരു സ്വന്തമായിട്ടുള്ള ഒരു ഇപ്പോ സിഗ്നേച്ചർ ഒക്കെ ഇട്ട് പഠിക്കാൻ വേണ്ടി കുട്ടികൾ നോക്കുന്നത് കണ്ടിട്ടില്ലേ? ഈ അഡോളസെന്റ് പീരീഡിലേക്ക് കടക്കുമ്പോഴായിരിക്കും നല്ല ഭംഗിയുള്ള സിഗ്നേച്ചർ ഒക്കെ ഇട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചു തുടങ്ങും. ഏറ്റവും ഭംഗിയുള്ള ഇപ്പൊ സ്കൂളുകളിലൊക്കെ നിങ്ങൾക്കൊക്കെ ഓർമ്മ ഉണ്ടായിരിക്കും, ഏറ്റവും ഭംഗിയുള്ള സിഗ്നേച്ചർ ആരുടെയാണെന്ന് നമ്മൾ ഫ്രീ ടൈമിലൊക്കെ ഇങ്ങനെ ഇട്ട് മേക്ക് ചെയ്ത് നോക്കും. എന്നിട്ട് അതിൽ നിന്ന് കമ്പയർ ചെയ്തിട്ടൊക്കെ വരും. ചിലപ്പോ നമ്മുടെ പാരന്റ്സിന്റെ സിഗ്നേച്ചറിൽ നിന്നൊക്കെ നമ്മൾ കടെടുത്തിട്ട് അതിന്റെ പോലൊക്കെ നമ്മുടെ സിഗ്നേച്ചർ ഉണ്ടാക്കണം. ഒരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യാണ്. അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സിങ് സ്റ്റൈലിലേക്ക്, അല്ലെങ്കിൽ നമ്മളുടെ ഫുൾ അപ്പിയറൻസില്, അതിലൊക്കെ നമ്മുടേതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഇൻട്രസ്റ്റുകളും നമ്മുടെ വിശ്വാസങ്ങൾക്കൊക്കെ അനുസരിച്ചിട്ട് നമ്മളെ ചോയ്സസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും. അവിടെയൊക്കെ ആത്യന്തികമായിട്ട് അവർ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഒരു സെൻസ് ഓഫ് സെൽഫ് എന്നുള്ളതാണ്. അത് പോസിറ്റീവായിട്ടും ഉണ്ടാകും, നെഗറ്റീവായിട്ടും ഉണ്ടാകും. ഇപ്പൊ നമുക്ക് അവരുടെ ഒരു ഡെവലപ്മെന്റ് പറയുന്നത് കൊണ്ട് പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസിനെ കുറിച്ച് പറയാം. ഇനി സോഷ്യലി ഉള്ള മാറ്റങ്ങൾ വരുന്നത് എങ്ങനെയാണ്? സോഷ്യലി അവർ നേരത്തെ പറഞ്ഞ പോലെ റിലേഷൻഷിപ്സ് അതൊരു വലിയ ഒരു ഇതാണ്. ഈ റിലേഷൻഷിപ്സിൽ തന്നെ പിയർ ഗ്രൂപ്പുകളുണ്ട്, പിയർ ഗ്രൂപ്പുകളുമായിട്ടുള്ള റിലേഷൻസ് ഉണ്ട്. അതായത് പല കൗൺസിലിംഗ് സ്റ്റേജുകളിലും അല്ലെങ്കിൽ പാരന്റ്സുമായിട്ടൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ കേൾക്കലുള്ള ഒരു കാര്യമാണ്, കൂട്ടുകാരാണ് എല്ലാം, അവനൊക്കെ കൂട്ടുകാര് കഴിഞ്ഞിട്ടേ നമ്മളൊക്കെ ഉള്ളൂ എന്നുള്ളൊരു പരാതി കേൾക്കാറുണ്ട്. നിങ്ങളോട് ആരെങ്കിലും അങ്ങനെ പറഞ്ഞില്ല? കുറെ കൗൺസിലേഴ്സും ട്രെയിനേഴ്സ് ഒക്കെ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെയുള്ള അനുഭവം ഉണ്ടോ? ഏതെങ്കിലും പാരന്റ്സ് ഒക്കെ അങ്ങനെ പറഞ്ഞതായിട്ട്? ഹലോ, പിയർ ഗ്രൂപ്പുകളിൽ ചെന്ന് പെട്ട് അല്ല അവരതിലുമായി ഇൻവോൾവ് ചെയ്ത് ആ ഒരു പിയർ ഗ്രൂപ്പിൽ നിന്നുകൊണ്ട് അവരുടെ സോഷ്യലി അവർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അവർക്ക് കൂടുതലും ഇമ്പോർട്ടന്റ് ഈ പിയർ ഗ്രൂപ്പ് തന്നെ ആയിരിക്കും. അവരുടെ കൂടുതൽ കൺസേൺസും പോകുന്നത് ഈ പിയർ ഗ്രൂപ്പിലേക്കും ആയിരിക്കും. ഇതാണ് സോഷ്യലി ഉള്ള അവരിൽ വരുന്ന മാറ്റങ്ങൾ. ഇനി നമുക്ക് അവരുടെ മെന്റൽ ചേഞ്ചസ് എങ്ങനെയൊക്കെയാന്ന് വരുന്നത് നോക്കാം. മെന്റൽ ചേഞ്ചസ് ഹോർമോണൽ ചേഞ്ചസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതായത് ഇമോഷണൽ ചേഞ്ചസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്.
സോഷ്യൽ ചേഞ്ചസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അഗെയിൻ കോഗ്നിറ്റീവ് ചേഞ്ചസുമായിട്ടും ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതായത് ഈ ആകെ മൊത്തമുള്ള ഒരു വെൽ ബീയിങ് എന്ന് പറയുന്നത് മെന്റൽ ഹെൽത്ത് എത്രത്തോളം അടിപൊളിയാവുന്നോ എന്നതിനനുസരിച്ചായിരിക്കും. മെന്റൽ ഹെൽത്ത് നന്നായിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ടീനേജറുടെ ബാക്കി ഭാഗങ്ങളിലും അതിൻ്റെതായ പോരായ്മകൾ ഉണ്ടാവും എന്ന് ചുരുക്കം. ഡിപ്രഷൻ, ആൻസൈറ്റി, ഈറ്റിംഗ് ഡിസോർഡേഴ്സ്, അതുപോലെ സെൽഫ് ഹാം വരുത്തുക, അതായത് സ്വന്തമായിട്ട് മുറിവുകളും ആത്മഹത്യ പോലുള്ള പ്രവണതകളൊക്കെ ഉണ്ടാവുക എന്നുള്ളതാണ് മെന്റലി അവർക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ. അതിന്റെ കാരണങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട് ഉണ്ടാവാം, പിയർ ഗ്രൂപ്പിൽ നിന്നും കിട്ടുന്ന അഡ്വേഴ്സ് ആയിട്ടുള്ള അനുഭവങ്ങൾ കൊണ്ടുണ്ടാവാം, സോഷ്യലി അല്ലെങ്കിൽ കോഗ്നിറ്റീവ്ലി അവർക്ക് കൂടുതലായിട്ട് പെർഫോം ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ടുണ്ടാവാം. അതോടൊപ്പം തന്നെ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫാമിലി നിന്നും ഒരു സപ്പോർട്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഫാമിലിയിൽ നിന്നും ഒരു വേണ്ടത്ര വിചാരിക്കുന്ന ഒരു ഗൈഡ് ലൈൻസ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇത്രയാണ് മെന്റൽ ചേഞ്ചസ് എന്ന് പറയുന്നത്. സെൽഫ് ഹാമിലൊക്കെ ഇപ്പോ നമ്മൾ കേൾക്കുന്നതാണ്, കുഞ്ഞു കുട്ടികൾ പോലും എന്താ പറയാ മൊബൈൽ കൊടുത്തില്ല അല്ലെങ്കിൽ ഗെയിമിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ആത്മഹത്യക്ക് ശ്രമിക്കുന്നതൊക്കെ ഒരുപാട് വാർത്തകൾ നമ്മൾ കാണലുള്ളതാണ്. ഇതൊക്കെ ടാക്കിൾ ചെയ്യാനുള്ള ഒരു എബിലിറ്റി അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അതിന്റെ കാരണം ഇവര് ഒരുപാട് റിസ്ക് ടേക്ക് ചെയ്യാൻ അഡോളസൻസിന്റെ ഒരു പ്രവണത കൂടുതൽ. ഇപ്പൊ ഇത്രയും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അബ്സ്ട്രാക്ട് തിങ്കേഴ്സ് ആണ്, മെറ്റാകോഗ്നിറ്റേഴ്സ് ആണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞെങ്കിലും ഇതൊന്നും നല്ല രീതിയിൽ അവർക്ക് ഇൻവോൾവ് ചെയ്തിട്ട് അവരുടെ ഡെവലപ്മെന്റ് നടക്കുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ നമ്മളുടെ അഡോളസൻസ് അഡോളസൻസ് പീരീഡിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രോബ്ലം ആയിട്ട് മനസ്സിലാക്കുന്നത്. കാരണം അവര് പലരും നിങ്ങൾ കേട്ടിട്ടില്ലേ ഈ നേരത്തെ പറഞ്ഞ പോലെ ആത്മഹത്യാ പ്രവണതകൾ കൂടുന്നതും, അതോടൊപ്പം തന്നെ ഡ്രഗ്സ്, ഈ വേണ്ടാത്ത കൂട്ടുകെട്ടുകളിലേക്ക് മാറിപ്പോവുക, ആൽക്കഹോൾ കൺസംഷൻ, ഫേക്ക് റിലേഷൻഷിപ്സിൽ പെടുക, ഇതൊക്കെ ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രാപ്തി അവർക്ക് എത്തുന്നില്ല. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഏറ്റവും നമ്മള് അടിത്തട്ടിൽ പോയി അതിന്റെ കാരണം നോക്കിക്കഴിഞ്ഞാല് അവിടെ പാരന്റ്സിന്റെ ഒരു പങ്ക് നല്ലോണം ഉണ്ട്. അത് എങ്ങനെയാന്ന് അതിനെ അഡ്വൈസ് ചെയ്യുന്നവർക്ക് എതിർക്കുന്നവർക്ക് എതിർക്കാം. ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് പറയാൻ പറ്റില്ല. അതിന്റെ ഒരു വേറെ വശങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് പറഞ്ഞ് നമുക്ക് സംസാരിക്കുകയും ചെയ്യാം. ഇപ്പോ നമ്മൾ പറയുകയാണെങ്കിൽ റിസ്ക് ടേക്ക് ചെയ്യാൻ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. കാരണം ഡിസിഷൻസ് പെട്ടെന്ന് എടുക്കും ഈ അഡോളസൻസ് പീരീഡിലുള്ള ആൾക്കാര്. അതിന് ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിക്കുന്നതോട് കൂടി തന്നെ അതിന്റെ വരും വരായികകളെ പറ്റിയുള്ള ഒരു കണക്ക് കൂട്ടലൊന്നും അവർക്ക് ഉണ്ടാവില്ല. കാരണം അവര് മുൻതൂക്കം കൊടുക്കുന്നത് ഈ peer ഗ്രൂപ്പിനാണ്, അവരുടെ കൂട്ടുകാർക്കാണ്, അവര് നിൽക്കുന്ന അവരുടെ സമപ്രായക്കാരായിട്ടുള്ള ആളുകൾക്കാണ് കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നതെങ്കിൽ അവരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ ചില ചോയ്സുകള്, അവരുടെ ആറ്റിറ്റ്യൂഡുകളൊക്കെ നമ്മളും ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കും. അതിന്റെ ഉദ്ദേശം നമ്മളെ പിയർ ഗ്രൂപ്പിനെ ഇംപ്രസ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവരുടെ ആ ഒരു കൺഫർമേഷൻ, നമ്മൾ അവരിലേക്ക് പെട്ട ഒരാളാണ്, നീ എന്റെ ചങ്കാണ് എന്നുള്ള ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്. പിന്നെ എക്സൈറ്റ്മെന്റ് കുറച്ച് കൂടുതലായിരിക്കും ഈ പീരീഡ്സിലുള്ള ആൾക്ക്, ഈ ടീനേജേഴ്സിന്. ഇന്റൻസ് എക്സ്പീരിയൻസ്, അവരുടെ എക്സ്പീരിയൻസുകളൊക്കെ വളരെ അനുഭവിക്കേണ്ടി വരുന്ന ഒരു ക്ഷമ ഉണ്ടല്ലോ, ഇതിന്റെ ഒരു പ്രത്യാഘാതങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു അനുഭവിക്കേണ്ടി വരുന്നതിൻ്റെ ഉള്ള ഒരു ക്ഷമ അവർക്ക് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ പലതും നമ്മൾ അഡ്വൈസ് കൊടുക്കുമ്പോഴൊന്നും പല ടീനേജേഴ്സിനും അത് കേൾക്കാനുള്ള താല്പര്യം ഉണ്ടാവില്ല. അഡ്വൈസസ് കൊടുക്കുമ്പോൾ അതിന് മുഖം തിരിക്കുന്നത് അതുകൊണ്ടാണ്. അവർക്ക് അവരുടേതായ ഇൻഡിവിജ്വൽ ചിന്തകളിൽ കൂടെ അവർ നീങ്ങി പോവാൻ താല്പര്യം കൂടുതൽ ഉണ്ടാവുക, അവരുടേതായ തോട്ടുകൾ കൂടുതലായിട്ട് ഫോളോ ചെയ്യാനാണ് അവർ താല്പര്യപ്പെടുന്നത്.
ഒരു 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 ഇമ്മെച്യൂരിറ്റി ഇൻ ഡിസിഷൻ മേക്കിംഗ് എന്ന് നമുക്ക് പറയാം. ഡിസിഷൻ മേക്കിംഗ് പെട്ടെന്നായിരിക്കും. മുൻപോ ശേഷമോ എന്ത് സംഭവിക്കണോ എന്നോ, അല്ലെങ്കിൽ ആ ഡിസിഷനിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിരിക്കോ എന്നുള്ളതോ, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അതൊന്ന് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ക്ഷമ അവർക്ക് ഉണ്ടാവാതെ ഒരു ഇമ്മെച്യൂർഡ് ആയിട്ട് ഒരു പക്വതപരമല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട്. ഇനി നമ്മുടെ പാരന്റ്സ്, ആസ് എ പാരന്റ് എന്ന് പറഞ്ഞാല് നമ്മൾക്ക് ഇപ്പോ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മളൊരു കുഞ്ഞിനെ വളർത്തി അവരെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചാല് കൂടുതൽ സമയം അവര് ഈ പീർ ഗ്രൂപ്പിന്റെ കൂടെയാണ്, അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആണ് പിന്നെ ഉള്ളത്. പിന്നെ അതിനുശേഷം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും കളിക്കാൻ പോകും. രാത്രി കുറച്ചു സമയം നമുക്ക് കിട്ടുന്ന, സ്കൂളിൽ പോകുന്നതിന്റെ കുറച്ച് സമയം നമുക്ക് കിട്ടുന്നു, പിന്നെ അവർ കിടന്ന് ഉറങ്ങായി രാവിലെ നേരം വിട്ട് ഇത് റുട്ടീനായിട്ട് പോവാണ്. അപ്പൊ ഒരു ദിവസത്തില് എത്രയോ കുറഞ്ഞ മണിക്കൂറുകൾ മാത്രമാണ് നമുക്ക് ഈ നമ്മുടെ മക്കളെ കിട്ടുന്നുള്ളൂ. അപ്പൊ കൂടുതൽ സമയം അവർ ചെലവഴിക്കുന്നത് ഈ പുറത്തെ വ്യക്തികളുമായിട്ടാണ്. പുറത്തെ വ്യക്തികൾ ഏത് തരത്തിലുള്ളതാണ്, എങ്ങനത്തെ വ്യക്തികളാണ് എന്നുള്ള ഒരു അന്വേഷണം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. അത് ഏറ്റവും നല്ല മാർഗം അതിന് നമ്മളുടെ മക്കളുടെ കൂട്ടുകാർ ആരാണെന്നുള്ളത് നമ്മളെ മക്കളോട് തന്നെ ചോദിച്ചറിയാം. എല്ലാ കാര്യത്തിനെ പറ്റിയിട്ടുമുള്ള ഒരു ക്ലിയർ കമ്മ്യൂണിക്കേഷൻ, ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നമ്മൾ പാരന്റ്സിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കണം. നമ്മൾ വീട്ടില് അവർക്ക് എന്തും തുറന്നു പറയാനുള്ള ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫീലിങ്സ് അവർക്ക് കൊടുക്കണം. ഞാൻ എൻ്റെ അച്ഛനോടും അമ്മയോടും ഒന്നും ഹൈഡ് ചെയ്യാത്ത ഒരാളാണ് എന്നുള്ളത് ഒരു അഭിമാനത്തോടു കൂടി പറയാൻ വേണ്ടി അവർക്ക് സാധിക്കണം. എന്തൊരു വിഷമം വന്നാലും, എന്തൊരു സന്തോഷം വന്നാലും, എന്തൊരു ബുദ്ധിമുട്ട്, എന്തെങ്കിലും ഒരു പ്രതിസന്ധി അവരുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാലും, ഇനിയിപ്പോ ഇവൻ ഒരു റിലേഷൻഷിപ്പിൽ പെട്ടാൽ പോലും അത് തുറന്നു പറയാനുള്ള ഒരു സ്പേസ് നമ്മൾ അമ്മയ്ക്കും അച്ഛനും ഇടയിൽ ഉണ്ടായിരിക്കണം. പല പാരന്റ്സിന്റെയും തെറ്റായൊരു ധാരണ എന്ന് വെച്ചാല് നമ്മൾ ലിബറൽ ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജനറൽ ആയി കഴിഞ്ഞാൽ മക്കൾ വഴിതെറ്റി പോകുന്നുള്ളതാണ്. എന്നാൽ നമ്മൾ കൂടുതൽ സ്ട്രിക്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ മക്കൾ വഴിതെറ്റി പോകും. കാരണം ഈ പറഞ്ഞ സ്ട്രിക്റ്റ് കൂടിക്കഴിഞ്ഞാൽ അവർക്ക് കമ്മ്യൂണിക്കേഷൻ ഒന്നും നടക്കില്ല. ലിബറൽ ആയി കഴിഞ്ഞാലോ നമുക്ക് അതിനൊന്നുള്ളൊരു ഇമ്പോർട്ടൻസ്, ഒരു കാര്യത്തിന്റെയും ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കില്ല, എല്ലാം ജനറലൈസ് ചെയ്ത് പോകും. അപ്പൊ ബെസ്റ്റ് വേ എന്ന് പറയുകയാണെങ്കിൽ ആസ് എ പാരന്റ് നമ്മൾ മക്കളും അമ്മയും അച്ഛനും ഉണ്ടായിരിക്കും. അമ്മ നല്ല സ്ട്രിക്റ്റ് ആയിട്ട് മാറുക, അച്ഛൻ കുറച്ച് സോഫ്റ്റ് ആയിട്ട് മാറുക, അല്ലെങ്കിൽ അച്ഛൻ നല്ല സ്ട്രിക്റ്റ് ആയിട്ട് മാറുക, അമ്മ ഒന്ന് സോഫ്റ്റ് ആയി മാറുക. ഇങ്ങനെ രണ്ടാവുമ്പോൾ ഇപ്പോ ഒന്ന് ഒരു ബാലൻസിങ് അവിടെ കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഈ അവർക്ക് പറയാനുള്ളത് കേൾക്കാൻ നമ്മൾ തയ്യാറാണ്. ഇപ്പൊ ഈ ഒരു സ്പേസ് ഉണ്ടാക്കി എടുക്കുക എന്ന് പറഞ്ഞാല് അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആസ് എ പാരന്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഒരു സ്പേസ് ഉണ്ടാക്കി എടുക്കാൻ അത്രയും ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ നല്ലൊരു ലിസണറായി മാറാം. ആദ്യമായിട്ട് നമ്മൾ നമ്മുടെ മക്കളെ കേൾക്കാൻ വേണ്ടി തയ്യാറാവുക. അവരെന്താണ് പറയുന്നതിന് മുൻപ് ജഡ്ജ്മെന്റ് ചെയ്യാതെ എന്താണ് അവർ പറയുന്നത് എന്ന് കേൾക്കാനുള്ള ഒരു ക്ഷമ, ഒരു നല്ല ലിസണർ ആയിട്ട് നമ്മൾ മാറുക. ഇനി അതോടൊപ്പം തന്നെ അവർക്ക് ജീവിതത്തിൽ ഇപ്പോ ആ ഒരു പീരീഡിൽ എന്തെങ്കിലും അവര് ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് ഓപ്പൺ ആയിട്ട് നമ്മൾ അവരോട് ചോദിക്കുക. നിന്റെ കൂട്ടുകാർ ആരൊക്കെയാണ്, അത് ഏത് വീട്ടിലുള്ളവരാണ്, അവരുടെ അച്ഛൻ അമ്മ എന്താ ചെയ്യുന്നത് എന്നുള്ള ഒരു ഡിസ്കഷൻ നമ്മൾ നടത്തിയിരിക്കണം. കുട്ടികൾ അറിയാതെ കുട്ടികളെ കൂട്ടുകാരന്മാരെ പറ്റിയിട്ടോ വീട്ടുകാരെ പറ്റിയിട്ടോ നമ്മൾ അന്വേഷിക്കരുത്. അത് ഒരു ആ ഒരു പ്രവണത നമ്മുടെ മക്കളും അത് എന്താ ചെയ്യുക, റോൾ മോഡൽ ചെയ്യും. കാരണം അത് അവർക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു കാര്യമായിരിക്കും. അപ്പൊ അവരറിയാതെ അവരുടെ കൂട്ടുകാരെ പറ്റി അന്വേഷിക്കുക എന്ന് പറയുന്നത് ഒരു വിശ്വാസമില്ലായ്മയല്ലേ, ആ കുഞ്ഞിലുള്ള ഒരു വിശ്വാസമില്ലായ്മയല്ലേ നമ്മൾ അവിടെ കാണിക്കുന്നത്. അപ്പൊ അതൊരിക്കലും ചെയ്യരുത്. ആ കുട്ടിയോട് തന്നെ നേരിട്ട് ചോദിക്കാം, നിന്റെ ഫ്രണ്ട്സ് ആരൊക്കെയാണ്, നിന്റെ ഫ്രണ്ട്സിന്റെ അമ്മയും അച്ഛനൊക്കെ എന്ത് ചെയ്യുന്നു, എവിടെയുള്ള കുട്ടിയാണ്, സ്വന്തം ക്ലാസ്സിൽ ബാച്ച് മേറ്റ് ആണോ അല്ലെങ്കിൽ ക്ലാസ്മേറ്റ് ആണോ, ഹോസ്റ്റലിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഹോസ്റ്റലിൽ എവിടൊക്കെയാണ് കുട്ടികൾ, എവിടെ നിന്നൊക്കെയാണ് വരുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ചോദിച്ചറിയാം. ഒരു ഫ്രണ്ട്ലി ടോക്കിലൂടെ കാര്യങ്ങളെല്ലാം ചോദിച്ചറിയാം. പിന്നെ ഒരു ക്ലിയർ ആയിട്ടൊരു എക്സ്പെക്ടേഷൻസും ബൗണ്ടറീസും നമ്മൾ സെറ്റ് ചെയ്ത് വെക്കും. എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാല് ഒരുപാട് അങ്ങോട്ട് ഒരാൾക്കൊരു കപ്പാസിറ്റി ഉണ്ടാവുമല്ലോ, ഒരു കുട്ടിക്ക് ഒരു കപ്പാസിറ്റി ഉണ്ടാവും, അവനക്കൊരു സ്കില്ലും
അവന്റെ ഒരു ഇതും വെച്ചിട്ട് അവനക്ക് എന്താണോ നേടാൻ കഴിയുക എന്നുള്ളതിൽ ഒരു കപ്പാസിറ്റി ഉണ്ടായിരിക്കും. ആ കപ്പാസിറ്റിക്കുള്ള ഒരു എക്സ്പെക്ടേഷൻ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് അതിന് വേണ്ട സപ്പോർട്ട് നമ്മൾ കൊടുക്കുക. ഇപ്പൊ ഒരു അപ്പുറത്തെ വീട്ടിലെ കുട്ടി ഡോക്ടർ ആയതുകൊണ്ട് നീയും ഡോക്ടർ ആവണം. അപ്പുറത്തെ എന്റെ കുടുംബത്തില് എല്ലാവരും ടീച്ചേഴ്സ് ആണ്, അപ്പൊ നീയും ടീച്ചർ ആവണം. ഞാൻ ടീച്ചറാണ്, അല്ലെങ്കിൽ നീയും ടീച്ചർ ആവണം, അതുകൊണ്ട് നീയും ടീച്ചർ ആവണം. അങ്ങനെ പറയാതെ ആ ഒരു കുഞ്ഞിന്റെ 4 പ്രധാന കാര്യങ്ങളാണ് അവന്റെ ലൈഫിൽ നമുക്ക് സപ്പോർട്ടോട് കൂടിയിട്ട് നേടിയെടുക്കാൻ വേണ്ടി സഹായിക്കാൻ പറ്റുന്നത്. അതിലെ ഏറ്റവും ചെറിയൊരു കാര്യം മാത്രമാണ് നോളേജ് എന്ന് പറയുന്നത്. നോളേജിനേക്കാൾ വലുത് സ്കില്ലാണ്, സ്കില്ലിനേക്കാൾ വലുത് പാഷനാണ്, പാഷനേക്കാൾ വലുത് വാല്യൂസ് ആണ്. ഈ 4 കാര്യങ്ങളും നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് അതിന്റെ ഒരു റൈറ്റ് സെൻസിൽ നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിച്ചാല് അഡൽട്ട്ഹുഡിൽ എത്തുന്ന മക്കള് ഒരിക്കലും വഴിതെറ്റി പോവില്ല, അല്ലെങ്കിൽ അഡോളസെന്റ് പീരീഡിൽ ഒരിക്കലും മക്കള് വഴിതെറ്റി പോവില്ല. അഡൽട്ട്ഹുഡിലേക്ക് എത്തുമ്പോൾ അവരൊരു അടിത്തറ, ശക്തമായ ഒരു അടിത്തറ പാകി കഴിഞ്ഞിട്ടുണ്ടാവും. അവർക്ക് ഇന്നത്തെ കാലത്ത് കൂടുതലും പ്രോമിനൻസ് കൊടുക്കുന്നത് നോളേജ് അക്വയർ ചെയ്യാനാണ്. നോളേജ് വേണം, വിദ്യാഭ്യാസം വേണം, അറിവ് വേണം. പക്ഷെ അറിവ് മാത്രം കൊണ്ട് നമുക്ക് ഇന്നത്തെ കാലത്ത് എവിടെ എത്താൻ പറ്റില്ല. സ്കില്ലാണ് അറിവിനേക്കാളും പ്രധാനപ്പെട്ടിട്ട് ചോദിക്കുന്നത്. കാരണം സ്കില്ലിനാണ് ഇനി കൂടുതലും ഇമ്പോർട്ടൻസ് എല്ലായിടത്തും കൊടുക്കുക. ഈ സ്കില്ല് കിട്ടിക്കഴിഞ്ഞാൽ ആ സ്കില്ലും നോളേജും വെച്ചിട്ട് ഈ കുട്ടി മുന്നേറണമെങ്കിൽ ആ കുട്ടിക്ക് അതിൽ ഒരു പാഷൻ കൊടുക്കണം, പാഷനേറ്റ് ആക്കണം. ഇതാണ് നിന്റെ വഴി, അല്ലെങ്കിൽ അത് ചെയ്യാൻ നിനക്ക് ഏത് രാത്രി ആണെങ്കിലും നിനക്ക് അത് ചെയ്യാനുള്ള ഒരു പാഷൻ ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കുക. അതിനുള്ളത് നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതോടുകൂടി ഈ സ്കില്ലിനെയും പാഷനെയും നോളേജിനെയും മോൾഡ് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ അതിനെ മുഴുവൻ കവർ ചെയ്യുന്ന വാല്യൂസും കൂടി കുട്ടികൾക്ക് കൊടുക്കുക. ഇപ്പോ മക്കൾക്ക് എല്ലാ സൗകര്യങ്ങളും എത്തിച്ചു കൊടുത്ത് നമ്മള് എല്ലാ ബുദ്ധിമുട്ടുകളും ഒന്നും അറിയിക്കാതെ സന്തോഷങ്ങളും സുഖങ്ങളും മാത്രമായി കൊടുത്തു കഴിഞ്ഞാല് ആ കുട്ടികൾ ചിലപ്പോ കംഫർട്ടബിൾ അല്ലാന്ന് തോന്നുന്ന ഒരു സാഹചര്യത്തിൽ അവർക്ക് വളരാൻ സാധിക്കില്ല. അവര് ഈ പറഞ്ഞ പോലെ സെൽഫ് ഹാമിലേക്കൊക്കെ നീങ്ങും. അവർക്ക് ഒരിക്കലും പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ഒരു കഴിവ് ഉണ്ടാവണമെന്നില്ല. എന്നാൽ നമ്മളൊരു പ്രതിസന്ധികൾ അറിഞ്ഞ് എന്തെങ്കിലും ഒരു ഡിസിഷനൊക്കെ അല്ലെങ്കിൽ ഒരു പാളിച്ചകളൊക്കെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും എക്സ്പീരിയൻസ് ചെയ്ത് വരുന്ന മക്കളാണെങ്കിൽ, നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, ഫസ്റ്റ് ബെഞ്ചറിനേക്കാളും ബാക്ക് ബെഞ്ചർ ആയിരിക്കും എപ്പോഴും ലൈഫിൽ സക്സസ് ആയിട്ട് കാണുക എന്നുള്ളത്. കാരണം അവർക്ക് തളർന്നു പോയാലും എഴുന്നേറ്റ് വരാനുള്ള ഒരു വിൽ പവർ ഉണ്ടായിരിക്കും. അവർ ഏത് സ്റ്റേജിലും അവരുടേതായ കംഫർട്ടബിലിറ്റിയിൽ നിന്ന് പോകാൻ തയ്യാറായിരിക്കും ഉള്ളൊരു മൈൻഡ് സെറ്റ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഫ്രണ്ട് ബെഞ്ച് എപ്പോഴും ആ ഒരു പാമ്പറിങ് കിട്ടി വളർന്ന് എല്ലായിടത്തും ഒരു പാമ്പറിങ്ങോട് കൂടി എന്തെങ്കിലും ഒരു നിസ്സാര പ്രശ്നം വരുമ്പോഴത്തേനും അവർ തളർന്നു പോകും. അത് പറഞ്ഞു വന്നത് കൂട്ടത്തിൽ പറഞ്ഞതാണ്. അപ്പോ നമ്മൾ കുട്ടികളിലേക്ക് ഈ 4 കാര്യങ്ങളിലേക്കും എത്തിച്ചു കൊടുക്കുക. നോളേജും വാല്യൂസ്, പാഷൻ, സ്കിൽ, അതോടൊപ്പം നോളേജും കൂടി കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഒരു ഫൗണ്ടേഷൻ നമുക്ക് ക്ലിയർ ആക്കി കൊടുക്കാൻ സാധിക്കും. അത്രയും കാര്യങ്ങളിൽ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് പ്രഷറൈസ് ചെയ്യാതെ ഒരു സപ്പോർട്ട് കൊടുക്കുക. പിന്നെ ഈ ബൗണ്ടറീസിന്റെ കാര്യം എന്താ പറയുന്നതെന്ന് വെച്ചാല് ഒരു സേഫ്റ്റി നമുക്ക് എപ്പോഴും പ്രധാനമാണ്. അതോടൊപ്പം തന്നെ ഒരു എന്താ പറയാ, ഒരു കുഴിയിൽ പോയി ചാടില്ല എന്നുള്ളൊരു ഉറപ്പ് നമുക്ക് വേണം. നമ്മുടെ മക്കളൊരു അപകടത്തിലോ അല്ലെങ്കിൽ അബദ്ധത്തിലോ പോയി ചാടില്ല എന്നുള്ളൊരു ഉറപ്പ് നമുക്ക് വെച്ചുകൊണ്ട് ഒരു സെർട്ടൻ റൂൾസ് ആൻഡ് കോൺസിക്വൻസ് ഒക്കെ നമ്മൾ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ വിഷമങ്ങൾ നമ്മൾ കാണിച്ചു കൊടുക്കാം. ഒരു ഓൾഡ് ഏജ് ഹോമില് അല്ലെങ്കിൽ ഇടയ്ക്കൊരു എപ്പോഴും മൂന്നാറും വയനാടും അങ്ങനെയുള്ള ഇത് മാത്രമാക്കാതെ ഇടയ്ക്ക് മക്കളെയും കൊണ്ട് ഒരു ഓൾഡ് ഏജ് ഹോമിലോ അല്ലെങ്കിൽ ഒരു എന്താ പറയാ നമ്മുടെ ഓർഫണേജ് അല്ലെങ്കിൽ ദുരിതം അനുഭവിക്കുന്ന ക്യാൻസർ സെന്റേഴ്സ് പോലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷങ്ങൾ മാത്രമല്ല, ഒരുപാട് പേര് ദുഃഖം അനുഭവിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ ആ കുട്ടി അനുഭവിക്കുന്ന സന്തോഷത്തിന്റെ ഒരു വാല്യൂ എന്താന്ന് ആ കുട്ടിക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇത്തരം വേദനകൾ കാണുമ്പോൾ സഹായിക്കും. കാരണം അവിടുന്ന് പോരുമ്പോ അവന്റെ ഉള്ളിൽ ഒരു വേദന കൊണ്ട് അവൻ വരണം. ഒരു ഓൾഡ് ഏജ് ഹോമിൽ പോയ കുട്ടി അവിടുത്തെ അമ്മയുടെ അച്ഛന്റെയും
വേദന, മക്കൾ ഉപേക്ഷിച്ചു പോയതിന്റെ ഒരു വേദന കണ്ടുവരണമെങ്കിൽ ആ കുട്ടിക്ക് അവന്റെ അമ്മയും അച്ഛനെയും അവിടെ കൊണ്ടാക്കാനുള്ള ഒരു മനസ്സ് വരരുത്. അത്രയും അതൊരു ഒരു 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 വേദനയായിട്ട് അവന്റെ ഉള്ളിൽ എന്നും ഉണ്ടാവണം, അവിടുന്ന് കാണുന്നത്. അങ്ങനെയുള്ള പ്രതിസന്ധികൾ നമുക്ക് കൊടുക്കാൻ പർപ്പസ്ഫുള്ളി നമ്മൾ ശ്രമിക്കുക. അതെന്തിനാന്ന് വെച്ചാൽ അവരെ കുറച്ചും കൂടുതൽ പവർഫുൾ ആക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ എപ്പോഴും ഒരു കംഫർട്ട് സ്റ്റേജ് മാത്രം കൊടുക്കുക, അല്ലെങ്കിൽ എപ്പോഴും സുഖങ്ങളും സൗകര്യങ്ങളും മാത്രം കൊടുത്തു കഴിഞ്ഞാല് നമ്മള് ഒരു ഭാഗത്ത് നിന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കും, മറ്റേ ഭാഗത്ത് അത് ഫലിക്കാതെ വരും ചെയ്യും. പിന്നെ ഇൻഡിപെൻഡൻസ്, അവരുടേതായ ഡിസിഷൻസിനും അവര് പറയുന്ന ഓരോ ഓരോ തീരുമാനങ്ങൾക്കും നമ്മള് അവരുടെ ഇഷ്ടങ്ങൾക്ക്, അവരുടെ ചോയ്സുകൾക്കൊക്കെ നമ്മൾ ഒരു പരിധി വരെ ഒരു ലിമിറ്റ് ഇട്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, സമ്മതം കൊടുക്കുക. അപ്പോൾ അബദ്ധമല്ലാത്തതാണെന്നുണ്ടെങ്കിൽ നമ്മൾ സമ്മതിച്ചു കൊടുക്കുക. ഇനി അത് അബദ്ധമുള്ളതാണ് എങ്കിൽ ഈ കുട്ടിക്ക് അത് പറഞ്ഞു കൊടുക്കുക. അത് വേണ്ട, അത് നോ നോ എന്നുള്ളത് ഒറ്റയടിക്ക് പറയാതെ, ഇന്നത് നീ ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും, അത് ഫേസ് ചെയ്യാനും കൂടി നീ തയ്യാറാണോ എന്നുള്ളൊരു ചോദ്യം ഇട്ട് കൊടുത്ത് അവനക്ക് സെൽഫായിട്ട് ചിന്തിക്കാനുള്ളൊരു ഇൻഡിപെൻഡൻസി കൊടുക്കുക. അതുവഴി അവന്റെ ഡിസിഷൻ മേക്കിംഗ് പവർ കൂടി വരും. എന്തെങ്കിലും ഒരു പ്രശ്നം അവനക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അവൻ ഒരു തീരുമാനം എടുക്കാന്, സ്വന്തമായി തീരുമാനം എടുക്കാനുള്ള ഒരു കാപ്പബിലിറ്റി അവനക്ക് ഉണ്ടാവും. അതോടൊപ്പം ഇങ്ങനത്തെ എക്സ്പീരിയൻസിൽ നിന്നും അവന് സ്വന്തമായിട്ട് ഒരു പ്രോബ്ലത്തിൽ ചെന്ന് പെട്ടാലും, അല്ലെങ്കിൽ മറ്റുള്ളവര് ഒരു പ്രോബ്ലം വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിഹാരം പറഞ്ഞു കൊടുക്കാനുള്ളൊരു കഴിവും കൂടി അവൻ നേടിയെടുക്കും. ലാസ്റ്റ് ആയിട്ട് പറയാനുള്ളത്, എന്തെങ്കിലും ബുദ്ധിമുട്ടുകളെ ഏതെങ്കിലും ഒരു ടീനേജർ കാണിക്കാണ്, ബുദ്ധിമുട്ട് മീൻസ് മെന്റലി, ഫിസിക്കലി. ഇപ്പോ പ്യൂബർട്ടിയിലേക്കൊക്കെ അടുക്കുന്ന കുട്ടികൾക്ക് ഹോർമോണൽ ചേഞ്ചസ് മൂലം ആങ്സൈറ്റി ഡിസോർഡേഴ്സ് വരുന്നത് ഒരുപാട് കേൾക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്, കാണുന്നുണ്ട്, കൗൺസിലിങ്ങിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതൊരു ആങ്സൈറ്റിയാണ്. അത് നമുക്ക് പരിഹരിക്കാൻ, ആസ് എ പാരന്റ് നമുക്കത് പരിഹരിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ ഇടപെട്ട് അത് വൾഗറാക്കാതെ അതിന്റെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളുടെ ഹെൽപ്പ് തേടാൻ വേണ്ടി ശ്രമിക്കാം. അതൊരു ആൻസൈറ്റി ഡിസോർഡറിൽ മാത്രമല്ല, ഇപ്പോ ആൽക്കഹോൾ കൺസംഷൻ പോലുള്ള പൊട്ടൻഷ്യൽ റിസ്കുകൾ അതിലൂടെ കടന്നു പോകുന്ന കുട്ടികളാണെങ്കിൽ അവര് റൂമിൽ അടച്ചിട്ടിട്ടും അല്ലെങ്കിൽ നമ്മുടേതായ പക്വമല്ലാത്ത രീതികളിലൂടെ മാറ്റിയെടുക്കുന്നതിന് പകരം അതിന്റെ പ്രൊഫഷണൽ ആയിട്ടുള്ള വേയിലൂടെ, ഗൈഡൻസിലൂടെ, ഒരു പ്രൊഫഷണൽ ഗൈഡൻസിലൂടെ, അതായത് തെറാപ്പിസ്റ്റുകളോ അല്ലെങ്കിൽ കൗൺസിലേഴ്സോ അങ്ങനെയുള്ള മേഖലകളിൽ വർക്ക് ചെയ്യുന്നവരുടെ സഹായത്തോടു കൂടി, നമ്മളെ പാരന്റ്സിന്റെ ഒരു സപ്പോർട്ടോടു കൂടി നമ്മളത് മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിക്കും. ഒരിക്കലും അത് ഇത്തരത്തിലുള്ള ചേഞ്ചുകൾ, അതായത് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ഇതൊക്കെ പുറത്ത് പറയാൻ വേണ്ടിയിട്ട് മടിക്കുന്ന, അല്ലെങ്കിൽ ഇവൻ ഒരു ഡൈവോഴ്സ് ആയാൽ പോലും പുറത്ത് പറയാൻ മടിക്കുന്ന ഒരു സമൂഹം നമുക്ക് ചുറ്റുമുണ്ട്. ഇത്തരത്തിലുള്ള അഡോളസൻസ് പീരീഡിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ, അതായത് ഡിപ്രഷൻ ആയിരിക്കാം, ഒരു റിലേഷൻഷിപ്പ് ഒക്കെ ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ ഡിപ്രഷനിലേക്ക് പോകുന്ന കുട്ടികളുണ്ട്, എക്സാമിൽ പാസ്സാവാത്തത്, വിചാരിച്ച മാർക്ക് കിട്ടാത്തതിന് ഡിപ്രഷനിൽ പോകുന്ന കുട്ടികളുണ്ട്, പാരന്റ്സിന്റെ സെപ്പറേഷൻ മൂലം ഡിപ്രഷനിലേക്ക് പോകുന്ന കുട്ടികളുണ്ട്. ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ഇന്നത്തെ കാലത്ത് കണ്ടുവരുന്ന ഒരു പരക്കെ കണ്ടുവരുന്ന ഒരു ഡിസോർഡറാണ് ഈറ്റിംഗ് ഡിസോർഡേഴ്സ്. എന്ന് വെച്ചാല് എന്തിനാണ് അവർ കഴിക്കുന്നതെന്ന് അവർക്ക് അറിയില്ല, എന്താണ് അവർ കഴിക്കുന്നതെന്ന് അവർക്ക് അറിയില്ല, എപ്പോഴാണ് കഴിക്കേണ്ടതെന്ന് അവർക്ക് അറിയില്ല. അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അതുവഴി ഒബസിറ്റി പോലുള്ള അസുഖങ്ങളിലൊക്കെ അവര് പോവുകയാണ്. അപ്പോ ഇതൊരു ആക്ച്വലി ഒരു ഡിസോർഡർ ആണ്. അത് നമ്മൾക്കത് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കണം. കാരണം ഒരു പെട്ടെന്നുള്ള ഒരു മാറ്റം, ബിഹേവിയറിൽ വരുന്ന മാറ്റം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്വഭാവത്തിലുള്ള പ്രകടമായിട്ടുള്ള മാറ്റങ്ങൾ കാണുമ്പോൾ നിങ്ങളത് നിങ്ങൾ മീൻസ് ഞാൻ ഉൾപ്പെടുന്ന പാരന്റ്സ് അത് ശ്രദ്ധിച്ചിട്ട് നമുക്കത്
മാറ്റാൻ കഴിയില്ല എന്ന് തോന്നുന്ന ഒരു സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ ഒരു പ്രൊഫഷണൽ ഗൈഡൻസിന് പോവുക. അത് എത്രയോ നേരത്തെ എടുത്തു കഴിഞ്ഞാൽ അത്രയും പെട്ടെന്ന് നമുക്ക് അതിനെ കെയർ ചെയ്യാൻ കഴിയും. അതെല്ലാം നാട്ടുകാരെ അറിഞ്ഞാൽ എന്ത് ചെയ്യും, വീട്ടുകാരെ അറിഞ്ഞാൽ നാണക്കേടാണ്, ഈ കുട്ടിയുടെ ഫ്രണ്ട്സ് അറിഞ്ഞ കഴിഞ്ഞാൽ അത് ഭാവിയിൽ അവനെ ബാധിക്കും എന്നുള്ളൊരു തെറ്റായ ധാരണ നമ്മൾ മാറ്റണം. നമുക്ക് ചുറ്റുമുള്ളവരും മാറ്റണം. എങ്കിൽ മാത്രമേ നമുക്കത് ഇപ്പൊ തന്നെ അതിനുള്ള പരിഹാരങ്ങളിലൂടെ പോയിട്ട് ഈ ഒരു അഡോളസെന്റ് പീരീഡ് നല്ല രീതിയിൽ കവർ ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. ചിലപ്പോൾ നമുക്ക് മനസ്സിലാവില്ല, നമ്മൾക്ക് തോന്നും അത് ഒരു പ്രായത്തിന്റെ അല്ലേ എന്നുള്ളൊരു ലാഘവത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട്. അത് പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ മാറിക്കോളും എന്നുള്ളൊരു ഇത്. പക്ഷെ ഇന്നത്തെ കാലം അങ്ങനെയല്ല. കാരണം നമ്മൾ ഈ ഒരു പീരീഡ് കഴിഞ്ഞു വന്ന ആൾക്കാരാണ്. പക്ഷെ നമ്മൾ വളർന്ന ചുറ്റുപാടോ സാങ്കേതിക ഇതൊന്നും അല്ല ഇന്നത്തത്. എന്ന വേൾഡ് ഒരുപാട് മാറി. AI ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോ കഴിഞ്ഞ ദിവസം കേട്ട ഒരു പ്രസംഗത്തില് ഒരു സാറ് പറയുന്ന, ഡോക്ടർ സുലൈമാൻ മേൽപ്പത്തൂർ എന്ന സാറ് പറയുന്നിട്ട്, ഇൻവിസിബിൾ ആയിട്ട് ആളുകളെ നമ്മുടെ റൂമിലേക്ക് എത്തിക്കാൻ, നമ്മളുടെ അടുത്തിൽ എത്തിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള മെറ്റാവേഴ്സുകൾ പോലും നിലവിൽ ഒരു അടുത്ത സമീപകാലത്ത് തന്നെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിന്റെ ഭവിഷ്യത്തുകളും ഗുണങ്ങളും ഒക്കെ ഒരുപാടാണ്, നമുക്ക് സംസാരിക്കാൻ സമയമില്ല. പക്ഷെ അതൊക്കെ നല്ല രീതിയിൽ മക്കൾ ഉപയോഗിക്കുന്നുണ്ടോ, മക്കള് അതിന്റെ ഒരു ചീത്ത വശങ്ങൾ മാത്രമാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതൊക്കെ തിരിച്ചറിയാനുള്ള ഒരു സ്ട്രാറ്റജീസ് നമ്മൾ പാരന്റ്സിന് എടുക്കാൻ വേണ്ടി സാധിക്കും. അതിനു വേണ്ടിയിട്ട് നമ്മൾ നല്ലൊരു ലിസണർ ആവുക, നമ്മൾ അവരുടെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബാക്ക് ബോൺ ആയി മാറുക. ഒരു സ്ട്രിക്റ്റ് പാരന്റിങ് എന്നതിന്ന് മാറി ഒരു കംഫർട്ടബിൾ പാരന്റിങ്ങിലേക്ക് നമ്മൾ മാറാൻ വേണ്ടി ശ്രദ്ധിക്കും. അപ്പോ നമ്മളുടെ മക്കള് ഇത് കഴിഞ്ഞ് ഈ ഒരു 10 മുതൽ 21 വയസ്സ് വരെ, 11 വയസ്സ് വരെയുള്ള 11 വർഷത്തെ കാലഘട്ടം കഴിഞ്ഞാല് അവരുടെ റിയൽ ലൈഫിലേക്ക് അവർ കടക്കുകയാണ്. അവരുടെ ജീവിതം ശരിക്കും പറഞ്ഞ ഒരു ഫാമിലി ആയിട്ട്, ഒരു കരിയർ ആയിട്ട് ഒക്കെ മുന്നോട്ട് നല്ല രീതിയിൽ പോകേണ്ടവരാണ്. അപ്പൊ അവരുടെ ഒരു വീടിന്റെ ഏറ്റവും ശക്തമായിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് അതിന്റെ ഫൗണ്ടേഷൻ ആണല്ലോ. അതുപോലെ നമ്മുടെ കുട്ടികളുടെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏജ് ആക്കി നമുക്ക് ഈ ഒരു അഡോളസെന്റ് പീരീഡ് മാറ്റാൻ കഴിയണം. നമ്മുടെ മാത്രമല്ല, നമ്മളെ ചുറ്റുമുള്ള മക്കൾക്കും നമ്മൾക്ക് ഈ രീതിയിൽ നമുക്ക് ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കണം. അവരുടെ ഫിസിക്കലായിട്ടുള്ളതും സോഷ്യലി ആയിട്ടുള്ളതും കോഗ്നിറ്റീവ് ആയിട്ടുള്ളതും മെന്റലി ആയിട്ടുള്ള ഒരു വെൽ ബീയിങ് ഉറപ്പുവരുത്താൻ നമ്മൾ കൊണ്ട് സാധിക്കണം. That's all, sir. Okay, ഗ്രേറ്റ്. സന്തോഷം. വളരെ മനോഹരമായിട്ടുള്ള ഒരു സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. അഡോളസെന്റ് എന്നുള്ളത് ഒരു നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ തിരിച്ചു പോകാൻ കൊതിക്കുന്ന ഒരു കാലഘട്ടമാണ് അല്ലെ. നമ്മളൊരു ടീനേജിലേക്കൊക്കെ പോകാൻ നമ്മളെ ഏറ്റവും സുവർണ കാലഘട്ടം എന്ന് പറയുന്നത് ടീനേജ് തന്നെയാണ്. ടീനേജ് മനോഹരമായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ജീവിതത്തിന്റെ ദിശ നിർണയിക്കുന്ന ഒരു സ്ഥലം ടീനേജ് ആണ്. നമ്മൾ എവിടേക്ക് പോകണം, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട പരീക്ഷകളൊക്കെ നടക്കുന്ന സമയമാണ് ടീനേജ് അല്ലെ, അഡോളസെന്റ് കാലഘട്ടം എന്നൊക്കെ പറയുന്നത്. 10ാം ക്ലാസ്, +2, അതല്ലെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ട് എവിടേക്ക് തിരിയണം അല്ലെ. ഈ കുട്ടി നല്ല കുട്ടിയാകണോ, അതല്ല ചീത്ത വഴികളിലൂടെ സഞ്ചരിക്കണോ എന്നൊക്കെ നിശ്ചയിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ് ടീനേജ് എന്ന് പറയുന്നത്. ആയതുകൊണ്ട് തന്നെ വളരെ കരുതലോടെ നാം ശ്രദ്ധിക്കേണ്ടതും പരിചരിക്കേണ്ടതും ആയിട്ടുള്ള ഒരു കാലഘട്ടം തന്നെയാണ് കൗമാര കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പൊ അതിന് പണ്ടത്തെ പോലെ ഉള്ള പഴയ അറിവുകൾ വെച്ച് നമുക്ക് നമ്മുടെ കുട്ടികളുടെ അടുത്തേക്ക് പോകാൻ സാധിക്കില്ല അല്ലെ. അവരുടെ സംസാരങ്ങള്, ഭാഷകള്, വേഷങ്ങള്, അവരുടെ ഭക്ഷണങ്ങള്, അതേപോലെ അവരുപയോഗിക്കുന്ന വസ്തുക്കള്, അവര് പിന്നെ സെർച്ച് ചെയ്യുന്ന സൈറ്റുകള്,
അവരുപയോഗിക്കുന്ന ടെക്നോളജികൾ, ഇതെല്ലാം നമുക്കറിയാൻ പറ്റണം. അവർ ഇൻസ്റ്റ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ഇൻസ്റ്റ നമുക്കറിയാൻ പറ്റണം, അല്ലേ? അങ്ങനെ തുടങ്ങി അവരോടൊപ്പം നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കുമ്പോഴാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പാരന്റ് ആയിട്ട് നമുക്ക് മാറാൻ കഴിയുക. അതല്ലെങ്കിൽ ഒരു ടീച്ചറായി മാറാൻ കഴിയുക. പാരന്റിന് മാത്രമല്ലല്ലോ അഡോളസെൻസിനെ കൈകാര്യം ചെയ്യേണ്ടത്. പാരന്റ്സിന് കൈകാര്യം ചെയ്യണം, ടീച്ചേഴ്സിന് കൈകാര്യം ചെയ്യണം, ട്രെയിനേഴ്സിന് കൈകാര്യം ചെയ്യണം, സോഷ്യൽ വർക്കേഴ്സിന് കൈകാര്യം ചെയ്യണമല്ലോ. അങ്ങനെ തുടങ്ങി ഓരോരുത്തർക്കും മനോഹരമായിട്ട് നമ്മുടെ ടീൻസുകളെ അഡോളസെൻസിനെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാകണം. അപ്പോഴാണ് നല്ല ആളുകളെ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കുക. വിശേഷിച്ചും സോഷ്യൽ സ്കിൽസ്. പിന്നെ ഏറ്റവും ഇവിടെ മാം അവിടെ പറഞ്ഞു വെച്ചിരുന്നു അല്ലെ, സ്കിൽ ഡെവലപ്മെന്റ് എന്നുള്ളത് നോളജിനേക്കാൾ പ്രസക്തി കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. AI തുറന്നു വെച്ച് നിങ്ങൾക്ക് എന്ത് ഡാറ്റയും നിങ്ങൾക്ക് ഞൊടിയിടയിൽ AI മാത്രം പഠിച്ചാൽ മതി. ഏത് ഡാറ്റ നിങ്ങൾക്ക് വേണോ അതേ രൂപത്തിൽ. നിങ്ങൾക്കൊരു റിപ്പോർട്ട് വേണോ, റിപ്പോർട്ട് തയ്യാറാക്കി. നിങ്ങളൊരു കവിത വേണോ, കവിത കിട്ടും. കഥ വേണമോ, കിട്ടും, അല്ലെ? എന്താണോ, ഒരു ക്വിസ് കോമ്പറ്റീഷൻ നടത്തണം, 20 ചോദ്യം വേണം, എങ്ങനത്തെ ചോദ്യങ്ങൾ വേണം, എത്ര വേർഡ്സ് വേണം, അല്ലെ? ഈ സൂമിലൊരു ഫീച്ചർ ഉണ്ട്. അതായത് ഒരു മീറ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ സമ്മറി എന്താണ് AI റെഡിയാക്കി തരും, നമ്മളൊന്നും ചെയ്യണ്ട. അപ്പൊ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തില് സ്കില്ലിന് വളരെ പ്രാധാന്യമുണ്ട്. നമ്മുടെ ഇമോഷൻസിന് വളരെ പ്രാധാന്യമുണ്ട്. നമ്മൾ എങ്ങനെ പെരുമാറുന്നു, എങ്ങനെ ഇടപെടുന്നു, ഇതിനൊക്കെ വളരെ പ്രാധാന്യമുള്ള ഒരു കാലഘട്ടമാണ്. അങ്ങനെ ഒരു സ്കില്ലില്ലാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മാറ്റി നിർത്തപ്പെടുന്ന, നിങ്ങൾ ഇവിടെ ആവശ്യമില്ല എന്ന് പറയപ്പെടുന്ന ഒരു കാലഘട്ടത്തില് നമ്മുടെ സ്കിൽ ഡെവലപ്മെന്റ്, നമ്മുടെ നോളജിനോടൊപ്പം വളരെ പ്രാധാന്യം, അതിൽ സവിശേഷമായ ഒന്നാണ് സോഷ്യൽ സ്കിൽസ് എന്ന് പറയുന്നത്. സോഷ്യൽ കോഷ്യന്റ്. പണ്ടൊക്കെ നമ്മൾ ഇന്റലിജന്റ് കോഷ്യന്റ് ഒക്കെ, ഇന്റലിജൻസിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം വാചാലമായി കൊണ്ടിരുന്നത് പഴയ കാലത്ത്, അല്ലെ? വളരെ ഇന്റലിജന്റ് ആണെന്നാണ് പറയാ. പക്ഷെ കാലഘട്ടം മാറി. സോഷ്യൽ ഇന്റലിജന്റ് കോഷ്യന്റിന് അപ്പുറത്തേക്ക് പല കോഷ്യന്റുകളും കണ്ടുപിടിക്കപ്പെട്ടു, അല്ലെ? സോഷ്യൽ കോഷ്യന്റ് വേണം, ഇമോഷണൽ കോഷ്യന്റ് വേണം. ഇതെല്ലാം ഇന്റലിജൻസ് മാത്രം പോരാ. അവൻ പഠനത്തിലോ അതല്ലെങ്കിൽ ബുദ്ധിയിലോ മാത്രമല്ല അവന്റെ കഴിവുണ്ടാകേണ്ടത്. അതിനപ്പുറത്തേക്ക് അവന് പലതിലും കഴിവുണ്ടാകണം. ഇമോഷനെ നിയന്ത്രിക്കാൻ പറ്റണം. അവന് ഒരു സൊസൈറ്റിയെ മാനേജ് ചെയ്യാൻ അവന് പറ്റണം. അങ്ങനെ അവന് വ്യത്യസ്തമായ സ്പിരിച്വൽ കോഷ്യന്റ്, ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തമായിട്ടുള്ള കോഷ്യന്റുകൾ കൂടി നവീകരിക്കപ്പെടുമ്പോഴാണ് ഒരു മനുഷ്യൻ ഏറ്റവും മനോഹരമായിട്ട് മുന്നോട്ട് വരിക. അവിടെയാണ് അവന് ലീഡർഷിപ്പ് ഉണ്ടാകുന്നത്, അവനൊരു ടീം ബിൽഡിംഗ് ആകാൻ പറ്റുന്നത്, അവന് മാനേജ് ചെയ്യാൻ സാധിക്കുന്നത്, അവന് കോൺഫിഡന്റ് ലഭിക്കുന്നത്, അവന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നത്, അവർക്ക് സെൽഫ് അവയർനെസ് ഉണ്ടാകുന്നത്. ഇങ്ങനെ തുടങ്ങി അവന്റെ ജീവിതത്തിന്റെ അവസാനം വരെ അവന് രൂപപ്പെടേണ്ട വ്യത്യസ്തമായിട്ടുള്ള നൈപുണികളെ ആർജിച്ചെടുക്കേണ്ട ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ചെറുപ്പ കാലഘട്ടം തന്നെയാണ്. അപ്പൊ ആ ചെറുപ്പത്തിൽ നമ്മൾ അവരെ എങ്ങനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു, അവരെ എങ്ങനെ നമ്മൾ സംരക്ഷിക്കുന്നു, കാത്തു സൂക്ഷിക്കുന്നു, വഴിതെളിയിക്കുന്നു എന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. അവരുടെ ശാരീരികമായിട്ടുള്ള ഘടനകളിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, പ്യൂബർട്ടി, അല്ലെ? ആൺകുട്ടികൾക്കായി കഴിഞ്ഞാലും പെൺകുട്ടികൾക്കായി കഴിഞ്ഞാലും. ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷന്റെ ക്ലാസ്സിലൊക്കെ മാം ഡിസ്കസ് ചെയ്ത വിഷയങ്ങളാണ്, അല്ലെ? അതൊക്കെ നമ്മൾ അറിയണം. എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണം എന്നുള്ളതാണ്. അപ്പൊ അത്തരം വിഷയങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന അഡോളസെന്റ് സൈക്കോളജിയെ കുറിച്ചിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള അവതരണമാണ് ഷംസിന മാം ഇവിടെ നിർവഹിച്ചത്. പ്രൊഫഷണൽ ട്രെയിനിങ് ബാച്ചിലെ 11ാമത്തെ ബാച്ചിലായിരുന്നു ഷംസിന മാം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതുവരെ കേട്ടതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, സംശയങ്ങൾ ചോദിക്കാം, ഫീഡ്ബാക്ക് പറയാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, വൈൻഡപ്പിലേക്ക് പോകാം. ഓക്കെ, ഈ നമ്മളിവിടെ അവതരിപ്പിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. സർ, ആമിറാണ്. ആമിർ സാർ നേരത്തെ പറഞ്ഞ ഇന്ന് AI മൊത്തം ഭരിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോ സത്യത്തില് ഇപ്പം അച്ഛനിതൊന്നും അറിയില്ലേ,
അമ്മക്ക് ഇതൊന്നും അറിയില്ലേ എന്ന് കുട്ടികൾ ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് രക്ഷകർത്താക്കൾക്ക് അറിവില്ലാത്ത രൂപത്തിലേക്ക് വരികയാണ്. അപ്പൊ ഒരു AI ഒക്കെ പഠിക്കേണ്ട ഒരു അവസ്ഥയാണ് ശരിക്ക് സാറ് പറഞ്ഞത് മനസ്സിലാവണത്. അതെ എന്റെ ഒരു ഡൗട്ട് എന്ന് വെച്ചാൽ ഷംസീന മാമിന്റെ അടുത്ത് ആം, ഇതിലിപ്പം പറയാറുണ്ടല്ലോ നമ്മുടെ ഈ പിന്നെ അത് ആ ഒരു പ്രായത്തിന്റെ ഒരു പ്രശ്നമാണ്, അത് കുറച്ച് കഴിഞ്ഞാൽ ശരിയായിക്കോളും എന്ന് പറയാറുണ്ടല്ലോ. അപ്പൊ ഇവിടെ സെഷനിൽ പറഞ്ഞിരുന്നു അത് ചില ഘട്ടത്തിൽ നമ്മൾ അതിനെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിരുന്നു. ശ്രദ്ധിച്ച് നമ്മൾ വളരെ പെട്ടെന്ന് അതിന്റെ വേണ്ട പ്രൊഫഷൻസ് അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് അനലൈസ് ചെയ്ത് വേണ്ട ചേഞ്ചസ് വരുത്താൻ ശ്രമിക്കണം, അതല്ലെങ്കിൽ പ്രൊഫഷണലി നമ്മൾ അത് മാനേജ് ചെയ്യാൻ ശ്രമിക്കണം എന്നുള്ളത്. അപ്പൊ നമ്മൾ പണ്ട് തൊട്ടേ കേൾക്കാറുള്ളതാണ് ചിലത്, അതൊരു പ്രായത്തിന്റെ ഒരു കേസാണ്, അത് പിന്നെ അങ്ങോട്ട് മാറിക്കോളും എന്നാണ് പറയാറുള്ളത്. അത് ഒരു കഴിഞ്ഞ കാലഘട്ടം അത് മാറാൻ സാധ്യതയുണ്ട്, പുതിയ കാലഘട്ടം ടെക്നോളജി ഒക്കെ ആയതുകൊണ്ട് നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്നതാണോ ഉദ്ദേശിച്ചത്, എന്തോന്ന് ക്ലാരിറ്റി. മുഴുവനായിട്ടും അവരെ മാത്രം നമുക്ക് പറയാൻ കഴിയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം സാറ് ഫൈസൽ സാറ് പറഞ്ഞതുപോലെ നമ്മളുടെ ഒരു ഇടപെടലുകൾ ഉണ്ടാവുമ്പോൾ മാത്രമേ അവർക്ക് മികച്ച രീതിയിൽ മുന്നോട്ട് വരാൻ സാധിക്കുള്ളൂ. കാരണം അത്യന്തികമായി അവർ കുട്ടികൾ തന്നെയാണ്, ഒരു പീരീഡിലൂടെ കടന്നു പോകുന്നേ ഉള്ളൂ. അവരുടെ ഓരോ വയസ്സിനനുസരിച്ചിട്ടാണല്ലോ ഒരു മാറ്റം വരും. അപ്പൊ ഇന്നത്തെ കാലത്തിലുള്ള സംഭവിക്കുന്ന ഗുണങ്ങൾ എന്താണ്, ദോഷങ്ങൾ എന്തൊക്കെയാണ്, വെല്ലുവിളികൾ എന്തൊക്കെയാണ് എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഉദാഹരണങ്ങളിലൂടെ നമ്മളെ ചുറ്റും ഒരുപാട് പ്രോബ്ലംസ് നടക്കുന്നുണ്ട്. ചിലതൊക്കെ മറച്ചു വെച്ച് മൂടി വെച്ച് കുട്ടികൾ അത് കണ്ടു കഴിഞ്ഞാൽ എന്താന്നുള്ളത്. പക്ഷെ ആ പക്വമായ രീതിയിൽ അവരെ കാണിക്കാനും കേൾപ്പിക്കാനും കഴിയുന്നതിനെ കാണിക്കുകയും കേൾപ്പിക്കുകയും ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുമെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ആ ഒരു വിഷയത്തിലേക്ക് അവരുടെ ശ്രദ്ധ കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാരണം അവർക്ക് അറിയാനും ചിന്തിക്കാനും ഉള്ളൊരു കാപ്പബിലിറ്റി ഉണ്ട്. അതിനെ നമ്മൾ സപ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. അവര് ചിന്തിക്കട്ടെ, അവര് സ്വന്തമായിട്ട് ചിന്തിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ. അതിലുള്ള പിഴവുകൾ നമുക്ക് തിരുത്തി കൊടുക്കാം. അത് സപ്രസ് ചെയ്യുമ്പോൾ അവര് പലതും ഹൈഡിങ് ചെയ്യാണ് ചെയ്യുക. പിന്നീട് വളർന്നു വരുമ്പോൾ ചിലത് ചോദിക്കാതെ വരും, ചിലത് അറിഞ്ഞാലും നമ്മളോട് ചോദിക്കില്ല. അങ്ങനെയുള്ളത് വന്ന് ഈ പുറത്ത് പിയർ ഗ്രൂപ്പിലേക്ക് അങ്ങനെയാണ് ഒരു വഴി വെക്കുന്നത്. അവിടെ ആയിരിക്കും പിന്നെ ഡിസ്കഷൻസ് ഒക്കെ നടക്കുക. അതിൽ എത്രത്തോളം നല്ല രീതിയിൽ പോകുന്നുള്ളത് നമുക്ക് ഊഹിക്കാമല്ലോ. ഓക്കെ, താങ്ക് യു ഷംസീന മാം. എന്തായാലും വളരെ നല്ല സെഷൻ ആയിരുന്നു. ഒരുപാട് കീ പോയിന്റ്സിലൂടെയാണ് കടന്നുപോയത്. അത് ഓരോ സെഷനായിട്ട് വീണ്ടും ഒരു കൂടുതൽ എക്സാമ്പിൾസ് ആയിട്ട് ലൈഫിൽ കേസ് സ്റ്റഡി എക്സാമ്പിൾസ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ അത് കുറെ കൂടി ഉപകാരപ്രദമായി എന്നാണ് തോന്നിയത്. അതിന് വളരെ വണ്ടർഫുൾ സെഷൻ ആയിരുന്നു. താങ്ക് യു ഫോർ യുവർ ആൻസേഴ്സ്. താങ്ക് യു സാർ. സാർ പറഞ്ഞ പോലെ ഒരു വൈഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. നമുക്ക് എവിടെ തൊട്ടാലും ഒരുപാട് ഇലാബറേറ്റ് ചെയ്ത് പറയേണ്ടി വരുന്ന ഒരു സബ്ജക്റ്റ് ആണിത്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തില്. സാറ് പറഞ്ഞതുപോലെ നമ്മൾ പാരന്റ്സ് മാത്രല്ല, നമ്മള് ടീച്ചേഴ്സും ട്രെയിനേഴ്സും എല്ലാവരും പാലിക്കേണ്ടതായ ശ്രദ്ധിക്കേണ്ടതായ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു അഡോളസെന്റ് സൈക്കോളജിയിൽ വരുന്നുണ്ട്. അത് പറയാൻ നമ്മള് സമയം അനുവദിക്കില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ചുരുക്കി പറഞ്ഞു വന്നതാണ്. ഇനി അതിൽ പോരായ്മകൾ ഉണ്ടാവാം, നിങ്ങൾക്കത് പറഞ്ഞു തരാം. അപ്പൊ എനിക്ക് ബെറ്റർ ആയിട്ട് ഇനിയും പ്രസന്റ് ചെയ്യാമല്ലോ. അതെ തീർച്ചയായിട്ടും. ഇതെല്ലാം ഒരു നമ്മുടെ ഒരു സ്കിൽ ഡെവലപ്മെന്റിന്റെ ഒരു പ്ലാറ്റ്ഫോമാണ്. ആരും പൂർണ്ണരായിട്ട് എത്തുന്നില്ല, അതല്ലെങ്കിൽ നമുക്ക് പൂർണ്ണത അവകാശപ്പെടാനും പറ്റില്ല. എത്ര കാലം കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മളെല്ലാം ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്യപ്പെടേണ്ട ഒരു പ്രാക്ടീസിന്റെ ഭാഗമായിട്ട് ഓരോരുത്തരും നമ്മളിങ്ങനെ നിർവഹിച്ചു പോരുകയാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു. അപ്പൊ ഇവിടെ നമ്മൾ ഓരോന്ന് പറയുന്നു, അതിനനുസരിച്ചിട്ട് ബാക്കിയുള്ളവർ റെസ്പോണ്ട് ചെയ്യുന്നു. അതിലൂടെ നമ്മൾ വീണ്ടും നവീകരിക്കപ്പെടുന്നു. അങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും മുന്നോട്ട് പോകാം. അപ്പോൾ ഷംസീന മാം എന്ത് ചെയ്യാ, ഇത് ഇന്ന് അവതരിപ്പിച്ചതിൽ കൂടുതൽ നമുക്ക് ഡീപ്പർ ലെവലിൽ പോകാൻ പറ്റുന്ന സബ്ജക്റ്റുകളൊക്കെ എന്ത് ചെയ്യാം, വീണ്ടും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ ഓരോ പോർഷൻസ് ആക്കി വെച്ച് വീണ്ടും നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വീണ്ടും അവതരിപ്പിക്കുക. അത് മറ്റുള്ളവർക്ക് കൂടുതൽ ഉപകാരപ്പെടും. തീർച്ചയായിട്ടും നമ്മൾ എപ്പോഴും കൂടുതൽ ഇന്നർ ലെവലിലേക്ക് പഠിക്കുകയും മനസ്സിലാക്കുകയും അത് മറ്റുള്ളവർക്ക് മനോഹരമായിട്ട് പകർന്നു കൊടുക്കാനും പറ്റുന്ന ആളുകളായിട്ട് നമുക്ക് മാറാൻ സാധിക്കണം. അപ്പൊ അതിനുള്ള ഒരു നമ്മുടെ ജേണിയിലെ ഒരു നിദാനമായിട്ട് ഈ ഒരു സെഷൻ മാറട്ടെ. ബാക്കി ആർക്കെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ
പറയാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, വൈൻഡ് അപ്പ് ചെയ്യാം. ബേഷി മാം ഒക്കെ എന്തെങ്കിലും പറയുന്നുണ്ടോ? അവിടെ നിന്ന് കൈയടിക്കുന്നുണ്ടായിരുന്നു. അതാണ് പുതിയ കാലത്തെ കൈയടി അല്ലെ? അവിടെ ദുബായിൽ ഇരുന്നിട്ട് ബേഷി മാം കൈയടിക്കുകയാണ്. ബാക്കിയുള്ളവരെന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ, എന്തായാലും സന്തോഷം. നിങ്ങൾ അതിന്റെ തുടക്കം മുതൽ അവസാനം വരെ നിങ്ങളത് കേട്ടിരിക്കാനും അതേപോലെ തന്നെ അതിലായ ഒരു പ്രസന്റ് ആയിട്ട് തന്നെ നിൽക്കാനും കാണിച്ച ആ ഒരു മനസ്സ്. ബേഷി മാം, ഞാൻ കേട്ടു കുറെ ഭാഗങ്ങൾ, കുറച്ചൊന്ന് മിസ്സായി, കുറെ ഭാഗങ്ങളൊക്കെ കേട്ടു. നല്ലതായിരുന്നു, നല്ല ഇൻഫോർമേറ്റീവ് ആയിരുന്നു. താങ്ക് യു ബേഷി മാം. ഓക്കെ, ഗ്രേറ്റ്. ഓക്കെ, അപ്പോ നിങ്ങളെല്ലാവരും ആ തുടക്കം മുതൽ അവസാനം വരെ ഉണ്ടായതിലുള്ള സന്തോഷവും സ്നേഹവും നിങ്ങളെ അറിയിക്കുകയാണ്. ഇതേപോലെയുള്ള സെഷനുകൾ നമുക്ക് തുടർന്നും ഉണ്ടാകും. നാളെ നമുക്ക് സെഷൻ ഇല്ല, നമുക്ക് ട്രെയിനേഴ്സ് ക്ലബിന്റെ മീറ്റിംഗ് ആയതുകൊണ്ട് നമ്മുടെ ട്രെയിനേഴ്സ് എല്ലാവരും ആ ക്ലബ് മീറ്റിംഗിലായിരിക്കും. വ്യാഴം വെള്ളി ഒക്കെ നമുക്ക് പ്രോഗ്രാമുകൾ ഉണ്ട്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, 7:15 നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഗ്രൂപ്പിലായിരിക്കും അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ വ്യാഴം വെള്ളി ദിവസങ്ങളിലൊക്കെ നമുക്ക് മനോഹരമായിട്ടുള്ള സെഷനുകൾ ഉണ്ടാകും. അതിലൊക്കെ അറ്റൻഡ് ചെയ്യുക, നമ്മുടെ അറിവുകളെ നവീകരിക്കുക, കൂടുതൽ ആളുകളെ പരിചയപ്പെടുക. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുക. അപ്പോൾ ഈ ഒരു സെഷൻ ലീഡ് ചെയ്ത നമ്മുടെ ഷംസീന മാമിന് എല്ലാവിധ സന്തോഷങ്ങളും അറിയിക്കുകയാണ്. ഇനിയും ഒരുപാട് സെഷനുകൾ എടുക്കാനും അതേപോലെ തന്നെ മുന്നോട്ട് വരാനും ഒക്കെ സാധിക്കട്ടെ. ഇത് അടുത്ത ഒരു സെഷന്റെ ഒരു പ്രതിജ്ഞയോടുകൂടി ആയിരിക്കണം ഇവിടെ നിന്ന് പോകേണ്ടത് കേട്ടോ. അങ്ങനെയാണ് ഞാൻ എല്ലാവരോടും പറയാറുള്ളത്. ഒരു സെഷൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി നിർത്തരുത്. അത് അടുത്ത ഒരു സെഷൻ എന്നെടുക്കണം എന്ന് ഇന്ന് നമ്മൾ തീരുമാനിച്ചിട്ടായിരിക്കണം പോകേണ്ടത്. ആ ഒരു രീതിയിൽ മുന്നോട്ട് വരാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഷംസീന മാം, താങ്ക് യു. അതേപോലെ തന്നെ ഈ ഒരു പങ്കെടുത്ത എല്ലാവർക്കും സന്തോഷങ്ങൾ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു സെഷൻ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്തതായിട്ട് അറിയിക്കുകയാണ്. താങ്ക് യു എവ്രിവൺ. ബൈ ബൈ, ഗുഡ് നൈറ്റ്. താങ്ക് യു സർ.